കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സന്മാർഗദർശികളാണെന്ന് നേരത്തെ തന്നെ തറപ്പിച്ചുറപ്പിച്ചു പറഞ്ഞ അവരുടെ ഭരണകാലയളവും അവരുടെ ജീവിത കാലഘട്ടവുമൊക്കെ എന്നും ഒരു വിശ്വാസിക്ക് വഴിവിളക്കായിരിക്കുമെന്നും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നേരത്തെ പ്രവചിച്ചുപോയ 4 ഖുലഫാഉർ റാഷിദുകളുടെ ചരിത്രമാണ് നാം ഇവിടെ ഈ 5 ദിവസം കൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. തുടക്ക ദിവസം എന്ന നിലക്ക് ആമുഖത്തിന് സ്ഥാനമുണ്ട്. പക്ഷേ സമയം വൈകിയത് പരിഗണിക്കുമ്പോൾ ആമുഖത്തിന് സ്ഥാനം കാണുന്നില്ല. പെട്ടെന്ന് വിഷയസംബന്ധമായ ചർച്ചയിലേക്ക് കടക്കുകയാണ്. ഇതു സംബന്ധമായുള്ള ഒരു ചെറിയ അന്വേഷണം നടത്തുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട ഒരു സംഗതി, ഉമ്മത്ത് മുഹമ്മദിയയില് ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത, എത്ര ഒപ്പമെത്താൻ ഓടിയാലും കിടത്താലും 24 മണിക്കൂറും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ചിലവഴിക്കാൻ തീരുമാനിച്ചാലും ഒരാൾക്കും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഒരു അനുപമ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട 1-ാം ഖലീഫ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ ഒരു മഹാനെ പരാമർശിക്കാൻ മാത്രം ഞാൻ ഈ 5 ദിവസത്തെ പ്രഭാഷണത്തിന് വേണ്ടി കിതാബുകളിലൂടെ കണ്ണോടിച്ചപ്പോൾ ആ മഹാനെ പറ്റി മാത്രം നമുക്ക് കിട്ടിയ വിവരങ്ങള് ഈ 5 ദിവസമല്ല, അതുപോലെ ഒരു 5 നാള് ചേർത്താലും പറഞ്ഞു തീർക്കാൻ കഴിയില്ലെന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ അറിയിക്കുകയാണ്. ഇന്നലെ യഥാർത്ഥത്തില് നേരത്തെ എടുത്തുവെച്ചതിൽ നിന്ന് 2 മണിക്കൂറിനുള്ളിൽ ഒതുക്കി സംസാരിക്കാൻ ഏതാണ് മാറ്റേണ്ടത് എന്ന കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടായത്. ഒന്നും വെട്ടിമുറിച്ച് മാറ്റാൻ പറ്റാത്ത ഈ ഉമ്മത്തിനെ കേൾപ്പിച്ചിരിക്കേണ്ട ശബ്ദങ്ങളാണ് മുഴുവൻ. പക്ഷേ ഒരിക്കലും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ സംസാരിച്ച് തീർക്കാനുള്ളതും ദിവസത്തിനുള്ളിൽ സംസാരിച്ച് തീർക്കാനുള്ളതുമായതുകൊണ്ട് അതൊരിക്കലും സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഇന്നത്തെ തലക്കെട്ട് നാം കൊടുത്തിരിക്കുന്നത് സർവം സമർപ്പിച്ച അനുഭവ വ്യക്തിത്വം എന്നതാണ്. സർവസ്വം, തന്റെ സമ്പത്ത് കൊണ്ടും തന്റെ ശരീരം കൊണ്ടും എന്തൊക്കെ തനിക്കുണ്ടോ അത് മുഴുവനും ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടിയും സമർപ്പിച്ച അതുല്യ വ്യക്തിത്വമാണ്, ഉപമയില്ലാത്ത വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഈ 4 ആളെയും കൂടെ നമുക്ക് പരാമർശിച്ച് തീർക്കാനുണ്ട്. ഈ ഒരാളെ തന്നെ നമുക്ക് പറഞ്ഞു തീർക്കാനും സാധ്യമല്ല. എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, സഹാബാക്കിറാം റളിയല്ലാഹു അൻഹും അവരെക്കുറിച്ച് പഠിക്കേണ്ടതും പരിചയപ്പെടേണ്ടതും നമ്മുടെ ഈമാനിക വർധനവിന് ഏറ്റവും കൂടുതൽ ആവശ്യമാണ്, അല്ല അത്യാവശ്യമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, മസലു അസ്ഹാബി ഫീ ഉമ്മത്തി കൽമിൽഹി ഫി ത്വആം. ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ച ആ ഒരു ശബ്ദത്തിന്റെ അർത്ഥഗൗരവം എത്ര വലുതാണ്. മസലു അസ്ഹാബി, എന്റെ ശിഷ്യഗണങ്ങളുടെ ഉദാഹരണം, എന്റെ കൂട്ടുകാരുടെ, എന്റെ സഖാക്കളുടെ ഉദാഹരണം. മസലു അസ്ഹാബി ഫീ ഉമ്മത്തി,
എന്റെ ഉമ്മത്തിൽ അവർക്കുള്ള സ്ഥാനം മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു, ഭക്ഷണത്തില് ഉപ്പിനെത്ര പ്രാധാന്യമുണ്ടോ ഇതുപോലെയാണ് ഈ ഉമ്മത്താവണമെങ്കിൽ അവരിൽ സഹാബ റളിയല്ലാഹു അൻഹും ഉണ്ടായിരിക്കണം. എത്ര നല്ല കറി വെച്ചിട്ടും കാര്യമില്ല, എത്ര നല്ല ഭക്ഷണം ഒരുക്കിയിട്ടും കാര്യമില്ല, എത്ര കേമമായ പാർട്ടി ഒരുക്കിയിട്ടും കാര്യമില്ല. ഉപ്പില്ലെങ്കിൽ എത്ര കാശ് മുടക്കുള്ളതാണെങ്കിലും എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും അതിനൊരു രസവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, മസലു അസ്ഹാബി ഫീ ഉമ്മത്തി കൽ മിൽഹി ഫി തആം ലാ യസ്ലുഹു തആമു ഇല്ലാ ബിൽ മിൽഹ്. ഉപ്പ് ചേർക്കാതെ ഭക്ഷണത്തിന് സ്വാദില്ല, അത് നന്നാവുകയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ സഹാബത്തിനെ കുറിച്ച് പഠിക്കാതെ ആ സഹാബത്ത് ചെയ്തത് ദീനിൽ തെളിവല്ലെന്ന് പറയുന്നവരുടെ മതം ഒരിക്കലും നന്നാവില്ല. അതാണ് അതിന്റെ ആകത്തുക. സഹാബത്തിനെ തള്ളിക്കളയുന്നവര് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലേ തറാവീഹ് 20 ആക്കിയത്, എനിക്കത് വേണ്ട എന്ന് പറയുന്നവര്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലേ ജുമുഅക്ക് 2ാം ബാങ്കുണ്ടാക്കിയത്, ഞാൻ അതിനോട് പൊരുത്തപ്പെടില്ലെന്ന് പറയുന്നവര്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ ബറക്കത്തെടുത്തത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനുരാഗച്ചൂട്, ആ അനുരാഗച്ചൂടിന്റെ നിസ്തുലമായ ചിത്രങ്ങൾ പ്രകടിപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറയുന്നവരോട്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നെഞ്ചിന്റെ താഴെയാണ് കൈകെട്ടിയത് എന്ന് വളരെ വ്യക്തമായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രയാസമുള്ളവര് ഒരു കാര്യം മനസ്സിലാക്കുക, അവരുടെ മതം അത് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു, മസലു അസ്ഹാബി കൽ മിൽഹി ഫീ ഉമ്മത്തി കൽ മിൽഹി ഫി തആം ലാ യസ്ലുഹു തആമു ഇല്ലാ ബിൽ മിൽഹ്. ഈ ഹദീസ് പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ ഹദീസ് അങ്ങോട്ട് ഉദ്ധരിച്ചിട്ട് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, താബിഈയായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുന്ന, ഫഖദ് സഹബ മിൽഹുനാ ഫകൈഫ നസ്ലുഹു. നമുക്ക് ഉപ്പ് നഷ്ടപ്പെട്ടു, ഇനി നമ്മൾ എങ്ങനെ നന്നാവാനാണ്? ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു താബിഈയാണ്, സഹാബത്തിനെ കണ്ടവരാണ്. ആ സഹാബത്തിന്റെ മുഖത്തുള്ള ഈമാനിന്റെ വെളിച്ചം ബഹുമാനപ്പെട്ട ഹസനുൽ ബസരിക്ക് നന്നായി അറിയാം. ആ ലെൻസിൽ നിന്ന് ഈമാനിന്റെ വെളിച്ചം സ്വീകരിച്ചവരാണ് അവര്. ആ വിളക്കുമാടങ്ങളെ നേരിട്ട് അനുഭവിച്ചവരായിരുന്നു യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഹസനുൽ ബസരി പറഞ്ഞു, അവരുടെ കാലം കഴിഞ്ഞില്ലേ, ഇന്ന് നമ്മളൊക്കെയല്ലേ ഉള്ളൂ, ഇനി നമ്മളെങ്ങനെ നന്നാവാനാണ്? വിനയപൂർവം സഹാബത്തിനോടുള്ള അങ്ങേയറ്റത്തെ ആദരവ് പ്രകടനത്തിന്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയുന്നു. ഉടനെ തന്നെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഹസനുൽ ബസരിയുടെ വേദന ഒരു വേദന തന്നെയാണ്. ആ മാനസിക വ്യഥ നമ്മളും ഉൾക്കൊള്ളുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഹസനുൽ ബസരിയുടെ ആ വേദനയ്ക്കൊരു പരിഹാരം നമുക്ക് പറയാനുള്ളത് മുല്ല അലിയുൽ ഖാരി പറയുകയാണ്. ഹസനുൽ ബസരി പറഞ്ഞിട്ടുണ്ട്, ഫഖദ് സഹബ മിൽഹുനാ ഫകൈഫ നസ്ലുഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മുടെ അവസ്ഥ എങ്ങനെ നന്നാവാനാണെന്ന് ചോദിച്ചെങ്കിൽ മുല്ല അലിയുൽ ഖാരി പറയുന്നു, ഖുൽതു, ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് നന്നാവാൻ ചാൻസ് ഉണ്ട്. നസ്ലുഹു, നമുക്ക് നന്നാവാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മുടെ കൂടെയില്ല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മുടെ കൂടെയില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നമ്മുടെ കൂടെയില്ല, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മുടെ കൂടെയില്ല. പക്ഷേ നമുക്ക് നന്നാകാൻ വകുപ്പുണ്ട് കേട്ടോ. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, മുല്ല അലിയുൽ ഖാരി പറഞ്ഞു, നസ്ലുഹു ബികലാമിഹിം വരിവായാതിഹിം വമഅരിഫതി മഖാമാതിഹിം വഹാലാതിഹിം വബിൽ ഇഖ്തിദാഇ ബി അഖ്ലാഖിഹിം വസിഫാതിഹിം ഫഇന്നൽ ഇബ്റത ബിഹാദിഹിൽ അശ്യാ ദൂന സുവരിഹിം വദവാതിഹിം. അവരുടെ ശരീരത്തിന്റെ പ്രത്യേകതയല്ലല്ലോ നമ്മൾ കാണുന്നത്, അവർ പഠിപ്പിച്ചിട്ടു പോയ, അവർ നമ്മുടെ മുമ്പിൽ ഇട്ടേച്ചു പോയ ആ മഹത്തരമായ അധ്യാപനങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ, അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന ചൂടേറിയ വിവരങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ, അവർ പഠിപ്പിച്ചു തന്ന അധ്യാപനങ്ങൾ കണ്ട് അവരുടെ റിവായത്ത് ചെയ്ത ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ മഹത്തായ സ്ഥാനങ്ങൾ മനസ്സിലാക്കിയിട്ട്, അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട്, അവരുടെ സ്വഭാവങ്ങൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ സ്വാംശീകരിച്ചെടുത്തിട്ട് നമ്മൾ നന്നാവാൻ നോക്കണം എന്ന് ബഹുമാനപ്പെട്ട മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ നാം ഇവിടെ ഈ 5 ദിന പ്രഭാഷണം നടത്തുന്നത് ഈ ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടിയാണ്. അവരുടെ ചരിത്രം ഇങ്ങനെ പറയുന്ന സമയത്ത് ഓരോ ചരിത്രത്തോടൊപ്പം ഓരോ ഹദീസ് വായിക്കുമ്പോഴും ഓരോ സംഭവം പറയുമ്പോഴും
നൂറുകണക്കിന് ഗുണപാഠങ്ങൾ അതോടൊപ്പം പറയാനുണ്ട്. ഇന്നത്തെ ഉമ്മത്തിനെ ഉണർത്തേണ്ടതുണ്ട്. പക്ഷെ എനിക്കതിലേക്ക് കടന്നു വരാൻ കഴിയില്ലെന്ന് ആമുഖമായി ഞാൻ നിങ്ങളോട് പറയുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് ഒന്നോ രണ്ടോ കാര്യം പറഞ്ഞിട്ട് നമ്മുടെ വിഷയം അവസാനിപ്പിച്ചു കളയേണ്ടി വരും. അതിന് കഴിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് 2 ദിവസമാണ് നമ്മൾ ചർച്ച നീക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് സർവം സമർപ്പിച്ച, തന്റെ എല്ലാം സമർപ്പിച്ച അനുപമ വ്യക്തിത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമർപ്പണമാണ് ഇന്ന് നാം ഇവിടെ വായിക്കാൻ പോകുന്നത്. സഹാബത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കാലഘട്ടമാണ്. സഹാബത്തിനെ കുറിച്ച് ഒരു 10 മിനിറ്റെങ്കിലും പറയൽ ആവശ്യമാണ്. ഈ സംഭവത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് അപ്പോഴേ ഇതിന്റെ ഗൗരവം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അതിൽ ചോദ്യം ചെയ്യപ്പെടാത്ത 4 നേതാക്കന്മാരാണ് ഈ പറയുന്ന 4 ഖലീഫമാർ. അതിലവർ ഭരണം നടത്തിയ അതേ തർത്തീബ് പോലെ തന്നെയാണ് അവരുടെ ബഹുമാനവും. സിദ്ദീഖുൽ അക്ബറിന്റെ അടുത്തേക്ക് പോലും എത്തില്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടത്തേക്ക് ഒരിക്കലും അടുക്കാൻ കഴിയില്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്. അവിടത്തേക്ക് ഒരിക്കലും അടുക്കാൻ കഴിയില്ല അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തത് കൊണ്ടായിരുന്നു അന്ന് തന്നെ മുസ്ലിമീങ്ങളിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാനുണ്ടായ കാരണവും. ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എത്ര ഭംഗിയുള്ള അവതരണം, ഇത്രയും അധികം ഹദീസുകൾ ബഹുമാനപ്പെട്ടവരുടെ മഹത്വത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തതുപോലെ മറ്റൊരൊറ്റ സഹാബിയുടെ മഹത്വത്തെക്കുറിച്ചും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ്. വല്ലാത്ത ഒരു സംഭവമാണത്. അലി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ തങ്ങളുപ്പാപ്പ ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ 4 ആളുകൾ ഉണ്ടായിട്ടും തങ്ങളുപ്പാപ്പ പോയത് വല്ലിപ്പയുടെ അടുത്തേക്ക് തന്നെയാണ്. നമ്മളത് വായിക്കാതിരിക്കരുത്. ആ വല്ലിപ്പയിലൂടെ അവർക്ക് ഉസ്മാനിലേക്കും ഉമറിലേക്കും അബൂബക്കറിലേക്കും റളിയല്ലാഹു അൻഹും അവരിലേക്കും അവരിൽ നിന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കും വഴിയുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിന്റെ എല്ലാ അഹ്ലു ബൈത്തും സ്വന്തമുട്ടുന്നത് അങ്ങോട്ടാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഏതാവട്ടെ, നമുക്ക് ആ ചർച്ച അത് പറയുന്ന അന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് അവതരിപ്പിക്കാം. സഹാബത്തിന്റെ സാന്നിധ്യം വലിയ ഒരു സാന്നിധ്യമാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, യഅതി അലന്നാസി സമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പിൽക്കാലത്ത് ഒരു കാലം വരാനുണ്ട്. അന്നൊരു ദൗത്യ സംഘത്തെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നിയോഗിക്കുകയാണെങ്കിൽ യുബഅസു മിൻഹുമുൽ ബഅസ് ഫയഖൂലു انظروا هل تجدون فيكم احدا من اصحاب النبي صلى الله عليه وسلم. ഇന്ന് ഇഷ്ടം പോലെ എന്റെ സഹാബാ കിറാം അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം മുഖ്തദൈതും മുഹ്തദൈതും എന്ന് ഞാൻ പഠിപ്പിച്ച ഈ സഹാബത്ത് നിരന്നു കിടക്കുകയാണ്. എന്നാൽ ഈ ലക്ഷക്കണക്കിന് സഹാബത്തില്ലാതെ എവിടെയെങ്കിലും ഒരു സഹാബി മാത്രമാകുമ്പോൾ, അന്നൊരു ദൗത്യ സംഘത്തെ മുസ്ലിമീങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നിയോഗിക്കുമ്പോൾ അവർ ചോദിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ എവിടെയെങ്കിലും മുഹമ്മദുർ റസൂലുള്ളാഹിയെ കണ്ട ആരെങ്കിലും ഉണ്ടോ? ഫയൂജദുർ റജുലു. അപ്പോൾ അവർക്ക് ഒരാളെ കിട്ടും. അദ്ദേഹത്തെ അമീറാക്കിയിട്ട് ആ ദൗത്യ സംഘത്തെ പറഞ്ഞയച്ചാൽ ഫയുഫ്തഹു ലഹും ബിഹി, ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് അവർക്ക് ഫത്ഹായി കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്ത് കാര്യത്തിനാണോ അവരിറങ്ങിയത് ആ കാര്യം വിജയിച്ചിരിക്കും. ഏതൊരു പ്രശ്നത്തിന് എന്തൊരു വിഷയത്തിന് അവരൊരുങ്ങുന്നോ അവരൊരു സഹാബിയെ കിട്ടുമോ എന്ന് നോക്കും. ആ സഹാബിയില്ലെങ്കിൽ വീണ്ടും അവർ മറ്റൊരു ദൗത്യ സംഘത്തെ നിയോഗിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സുമ്മ യുബഅസുൽ ബഅസു സാനി ഫയഖൂലൂന ഹൽ ഫീഹിം മൻ റആ അസ്ഹാബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബിമാരെ ആരും കിട്ടാതിരിക്കുമ്പോ സഹാബിമാരെ കണ്ട ഒരു താബിഈ ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ഫയൂജദുർ റജുലു, ഒരു മനുഷ്യനെ കിട്ടും. ആ മനുഷ്യനെ കൊണ്ട് അവർക്ക് വിജയം ഉറപ്പാകും. അദ്ദേഹത്തെ മുന്നിൽ നിർത്തിയിട്ട് അവർ ആ വിഷയത്തിനിറങ്ങിയാൽ അവർ പരാജയപ്പെടില്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി വീണ്ടും തുടർന്നു. വീണ്ടും ഒരാളെ പറഞ്ഞയക്കുന്ന സമയത്ത്, കാരണം 3-ാം നൂറ്റാണ്ടില് ആ 3-ാം നൂറ്റാണ്ടിൽ സഹാബി ഉണ്ടാവില്ല, സഹാബിയെ കണ്ട താബിഈ ഉണ്ടാവില്ല. പിന്നെയുണ്ടാവുക ആരാണ്? താബിഈയായിരിക്കുമെന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറയുന്നു, അന്നത്തെ ചോദ്യം എന്താണ്? ഉൻദുറു, നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. ഹൽ തറൗന ഫീഹിം മൻ റആ അസ്ഹാബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ സഹാബത്തിനെ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കും. അതാണ് താബിഈനെ കണ്ടവരുണ്ടോ.
നബി തങ്ങളുടെ സ്വഹാബത്തിനെ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഒരാളുടെ നേർക്ക് വിരൽ ചൂണ്ടും. ആ മഹാനെ പിടിച്ചവർ അമീറാക്കിയിട്ട് ആ ദൗത്യ സംഘം അങ്ങോട്ട് പുറപ്പെടുകയാണെങ്കിൽ ആ ബഹുമാനപ്പെട്ട മഹാനെ കൊണ്ട് അവർക്ക് അവരുടെ കാര്യം സാധിപ്പിക്കപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. സഹീഹ് മുസ്ലിമിൽ കാണാം ഇങ്ങനെ ഒരു ഹദീസ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. കഴിഞ്ഞില്ല, ഇതിനെക്കുറിച്ച് തന്നെയാണ് നബിതങ്ങൾ പറഞ്ഞത്, ഖൈറുൽ ഖുറൂനി ഖർനീ, കാലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ കാലം. മറ്റൊരു റിവായത്തിൽ ഖൈറു ഉമ്മത്തി ഖർനീ, മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ അങ്ങനെയാവുള്ളത്. ഖൈറു ഉമ്മത്തി ഖർനീ, എന്റെ ഉമ്മത്തിന്റെ നല്ല കാലഘട്ടം ഖർനീ, എന്റെ നൂറ്റാണ്ടാകുന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, സഹാബത്തിന്റെ കാലഘട്ടം. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവരോടടുത്ത താബിഈങ്ങള്, പിന്നെ അവരോടടുത്ത താബിഈങ്ങള്. ആ ഒരു കാലഘട്ടം വരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതും കഴിഞ്ഞിട്ട് സ്വഹാബ, മുസ്ലിം സമൂഹമേ, സുമ്മ ഇന്ന ബഅദകും ഖൗമാ, അതൊക്കെ കഴിഞ്ഞിട്ട് വേറെ ഒരു വിഭാഗം വരാനുണ്ട് കേട്ടോ. ഇവിടെ ഏത് താബിഈങ്ങളുടെയും കാലം കഴിഞ്ഞിട്ട് ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന ജനങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ? അവര് യഷ്ഹദൂന വലാ യുസ്തഷ്ഹദൂൻ, അതെ, അവരോടൊരിക്കലും സാക്ഷി നിൽക്കാൻ ആവശ്യപ്പെടാതെ തന്നെ അവർ സാക്ഷി നിൽക്കുന്നവരായിരിക്കും. സത്യവും അമാനത്തും നഷ്ടപ്പെട്ടു പോയ ഒരു വിഭാഗമായിരിക്കും. അവർ കണ്ട കേസിനെ സാക്ഷി പറയാവൂ എന്നവർക്ക് ബോധമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സാക്ഷി നിൽക്കാൻ ആവശ്യപ്പെടാതെ തന്നെ കള്ളക്കേസുകൾക്ക് സാക്ഷി പറയാൻ അവർക്ക് പ്രയാസമുണ്ടാവില്ല. യഷ്ഹദൂന വലാ യുസ്തഷ്ഹദൂൻ, ഒറ്റക്കുട്ടിയെയും സാക്ഷിത്വത്തിന് പറ്റാത്തതുകൊണ്ട് ആ സാക്ഷ്യത്തിന് ക്ഷണിക്കപ്പെടാതെ തന്നെ അവൻ വന്ന് ആളായി മുമ്പിൽ നിന്ന് ഞാൻ തന്നെയാണ് ഖോജ എന്ന് പരിചയപ്പെടുത്തിയിട്ട് അവൻ വന്ന് പോസ് ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. യഷ്ഹദൂന വലാ യുസ്തഷ്ഹദൂൻ. അങ്ങനെ തന്നെ ഇതിന്റെ അർത്ഥം എഴുതിയത് കാണാം. ബഹുമാനപ്പെട്ട മുല്ല അലി ഖാരി റളിയല്ലാഹു അൻഹു ഇതിന് ഈ രൂപത്തിൽ തന്നെ ഇതിന്റെ അർത്ഥത്തെ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വയഖൂനൂന വലാ യുത്തമനൂൻ, അവർ പൂർണ്ണമായും ഈ ഉമ്മത്തിനെ വഞ്ചിക്കും. വലാ യുത്തമനൂന, അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. നോക്ക്, നിങ്ങൾ ഈ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഖണ്ഡിതവറുകളായ എന്നെയും നിങ്ങളെയും പറ്റിയാണല്ലോ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞത്. കഴിഞ്ഞിട്ടില്ല. കൃത്യമായി ചില പദപ്രയോഗങ്ങൾ എന്നെ പറ്റിയാണോ പറയുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോകും, നിങ്ങളെ പറ്റിയാണോ പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. മാത്രമല്ല, ഒന്നും ഒരു കഴമ്പുമില്ലാതെ വെറുതെ വെത്തുകെട്ടി ഞാനാണ് ശൈഖ്, ഞാനാണ് ഖോജ, ഞാൻ തന്നെയാണ് എല്ലാം എന്ന് അഭിനയിച്ച് നടക്കുന്നവർക്കൊക്കെ തോന്നിപ്പോകും ഇത് എന്നെ പറ്റി തന്നെയാണോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന വയംദുറൂന വലാ യഫൂൻ, അവർ നേർച്ചയാക്കും, പക്ഷേ ആ നേർച്ച അവർ പൂർത്തിയാക്കി വിട്ടുകയില്ല. ധാരാളം നേർച്ചയാക്കും, പക്ഷേ ആ നേർച്ചക്കടം വീട്ടണമെന്ന ബോധം അവർക്കുണ്ടാവില്ല. വയൽഹറു ഫീഹി മുസ്ലിമൻ, ഇതാ ഞാൻ പറഞ്ഞത്. വയൽഹറു ഫീഹി മുസ്ലിമനു, അവരില് വണ്ണം വെക്കൽ കൂടും. എന്താ ഈ വണ്ണം വെക്കുക എന്ന് പറഞ്ഞ പരിപാടി? വയൽഹറു ഫീഹി മുസ്ലിമൻ, ജാടകൾ വർദ്ധിക്കും അവരില്. മുഹമ്മദ് റസൂലുള്ളാഹി പറയാൻ അവസാന കാലഘട്ടത്തിലെ ഉമ്മത്തിൽ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് ജാടകൾ പെരുക്കും. അതാണ് ഇന്നുള്ളത്. അകക്കഴമ്പില്ലാത്ത ജാടകൾ, അകക്കഴമ്പില്ലാത്ത ജാടകളാണ് ഇന്ന് കാണുന്നത്. പഴയ കാലത്തെ ആലിമിനെ പോലെ ഉള്ള നിറഞ്ഞ ആലിമിങ്ങളെ കാണാൻ നമുക്ക് പ്രയാസം. പഴയ കാലത്തെ പോലെ കാരണവന്മാരെ കാണാൻ നമുക്ക് പ്രയാസം. പഴയ കാലത്തെ പോലെയുള്ള ഉമ്മൂപ്പമാരെ കാണാൻ പ്രയാസം. വീട്ടിലെ ജ്യേഷ്ഠാനുജന്മാരെ കാണാൻ പ്രയാസം. എല്ലാം ഇന്ന് ജാടകളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. നേരെ സിമൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കടിക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ വണ്ണം വെക്കുക, വെറുതെ വണ്ണം വെച്ച് നടക്കുക. നേരെ അതിന് കൊടുത്ത അർത്ഥം തന്നെ വായിക്കാം. അതിന് ബഹുമാനപ്പെട്ട മുല്ല അലി ഖാരി കൊടുത്ത ഒരു വിശദീകരണം നിങ്ങളുടെ മുമ്പിൽ വായിക്കാം. എന്തിന്? ഇത് ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്ന് തോന്നിപ്പോകരുത്. വയൽഹറു ഫീഹി മുസ്ലിമൻ എന്ന് പറഞ്ഞതിന് ബഹുമാനപ്പെട്ടവർ കൊടുത്തിരിക്കുന്ന അർത്ഥം എന്താണ്? ഖാല സാഹിബുൻ നിഹായത്തി ഫിൽ ഹദീസ് യകൂനു ഫീ ആഖിരി الزمان ഖൗമുൻ യതസമ്മനൂൻ.
വെറുതെ വണ്ണം വെക്കുന്ന ഒരു ഖൗം ആഖിർ സമാനിൽ വരുമെന്നാണ്. അയ്യതകബ്ബറൂന ബിമാ ലൈസ ഫീഹിം, അവർക്കില്ലാത്ത യോഗ്യതകള് അവർ വെറുതെ വെച്ച് കെട്ടി അവർ അഹങ്കരിക്കും. വയബ്തഊന മാ ലൈസ ലഹും മിനശ് ശറഫ്, അവർക്കില്ലാത്ത മഹത്വങ്ങൾ അവർ ഉണ്ടെന്ന് വാദിക്കാൻ തുടങ്ങും. വയബ്തഊന മാ ലൈസ ലഹും മിനശ് ശറഫ്. ഇതാ നമ്മൾ പറഞ്ഞത്, ജാടകൾ വെളിവാകുന്ന ഒരു കാലഘട്ടം വരുന്നു. ആ കാലഘട്ടമല്ലേ എല്ലാം ജാടകളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ഉള്ളിൽ തട്ടിയ തഖ്വ, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബി എന്ന് പറഞ്ഞ ഖൽബിൽ തട്ടിയ തഖ്വ ആർക്കുണ്ടെന്റെ പ്രിയപ്പെട്ട സഹോദര? ഇതാ നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാം ജാടകളാണ്. എന്ത് നടത്തുന്നുവെങ്കിലും, എന്ത് സംരംഭം നടത്തുന്നുവെങ്കിലും ഇതൊക്കെ മനുഷ്യനെ കാണിക്കുക എന്നതിലുപരി, മനുഷ്യന്മാർക്കിടയിൽ നല്ല പിള്ള സമയുക എന്നതിലുപരി ഇഖ്ലാസ് തൊട്ടുതീണ്ടാത്ത പ്രവർത്തനങ്ങളായി മാറുന്നു. കേവലം ജാടകളിൽ ഒതുങ്ങുന്നു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും. പിന്നീട് ഒരു കാലഘട്ടം വരാനുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു, എന്താ ആ കാലഘട്ടത്തിൽ ഒരു ഖൗമ് വരാനുണ്ട്. യുഹിബ്ബൂന സമാന, ജാട ഇഷ്ടപ്പെടുന്ന ഒരു സമുദായം. ജാടകൾ ഇഷ്ടപ്പെടുന്ന, ആവശ്യമില്ലാതെ വണ്ണം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമുദായം ഇവിടെ കടന്നു വരാനുണ്ട്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി ഖൗമുൻ യുഹിബ്ബൂന സമാന എന്ന് തന്നെ പറഞ്ഞു. രണ്ട് ഹദീസിലും, ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസുകളിൽ നമുക്ക് കാണാം. പക്ഷേ മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു റിപ്പോർട്ട് അനുസരിച്ച് വളരെ വ്യക്തമായി ജാട ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹം വരുമെന്ന് പറയുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്ന, സഹാബത്തിനെ മനസ്സിലാക്കുക. നാം ഇൻഷാ അല്ലാഹ് ഇനിയും സഹാബത്തിനെ കുറിച്ച് ധാരാളം പറയാനുണ്ടായിരുന്നു. അത് ഞാൻ നാളെ ഇൻഷാ അല്ലാഹ് എന്റെ പ്രഭാഷണത്തില് ഒരല്പം അവരെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന സമയത്ത് നമുക്ക് സൗകര്യം പോലെ കടത്തിക്കൊണ്ടുവരാം. കാരണം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വലിയ ഒരു വിഷയമാണ്. ആ മഹാവ്യക്തിയെ കുറിച്ച് ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം സംസാരിക്കുക തന്നെ വേണം. സഹാബത്ത് മുഴുവനും നീതിമാന്മാരാണ്. ഈ കാര്യത്തിൽ പണ്ഡിതന്മാര് മുഴുവനും ഏകോപിച്ചിരിക്കുന്ന, മാത്രമല്ല അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാണ്? ഇജ്മാ ആണ്. അൽ ഖുലഫാഉൽ അർബഅ അല തർതീബിൽ മദ്കൂർ. ആദ്യം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തേത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അത് കഴിഞ്ഞാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അത് കഴിഞ്ഞാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. സംശയമില്ല. പിന്നീട് സുമ്മ തമാമുൽ അശ്റ, അശ്റത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ബാക്കിയുള്ള 10 ബാക്കിയുള്ള 6 പേര്. പിന്നീട് അഹ്ലു ബദർ, പിന്നീട് അഹ്ലു ഉഹദ്, ബദരീങ്ങള്, ഉഹദീങ്ങള്, ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തവര്, 2 അഖബകളിൽ പങ്കെടുത്തവര്, അസ്സാബിഖൂനൽ അവ്വലൂൻ എന്ന വിഭാഗത്തിൽപ്പെടുന്നവര്, അഥവാ ബൈത്തുൽ മുഖദ്ദസും കഅബാലയവും ഖിബലത്തൈനിയിലേക്ക്, 2 ഖിബലയിലേക്കും നിന്ന് നിസ്കരിക്കാൻ, തിരിഞ്ഞു നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് വസാബിഖൂനൽ അവ്വലൂൻ എന്ന് പറയുന്നത്. ആ സാബിഖൂനൽ അവ്വലൂൻ എന്ന് പറയുന്നവർക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. ബാക്കിയുള്ളവർ പിന്നീട് ഒരു സ്ഥാനത്ത്. ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിൽ 4 ഖുലഫാക്കളുടെ കാലഘട്ടം അത് തർക്കമറ്റ കാലഘട്ടമാണ്. ആ ചരിത്രം വായിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഏതു ചെയ്യില്ല, വിഷമം തോന്നുകയില്ല. നേരെ മറിച്ച് ആ 4 ഖുലഫാക്കളുടെ കാലഘട്ടം അങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ചരിത്രം വായിക്കാൻ മുസ്ലിം വിദ്യാർത്ഥിക്ക് കുറച്ച് പ്രയാസമുണ്ടാകും, ചില വിഷമങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അങ്ങോട്ടൊന്നും കടന്നു വരാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ ഹബീബ് പഠിപ്പിച്ചതാണ്. 4 പേരുടെ ഭരണകാലഘട്ടം ഓരോ ദിവസത്തിലും ഞാൻ സൂചിപ്പിക്കാം. ഓരോരുത്തരും എത്ര ദിവസം ഭരിച്ചു. ആ 4 കാലഘട്ടക്കാര് ഭരിച്ചത് കണക്ക് കൂട്ടുമ്പോ 30 കൊല്ലത്തിന് ചില്ലറ കുറവേ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുവിന്റെ ഹബീബ് വെറുതെ പറഞ്ഞതാണോ? നബി തങ്ങളുടെ പുലർന്ന പ്രവചനങ്ങളില് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനമായി നമുക്ക് വായിക്കാം. ഈ സുവർണ കാലഘട്ടത്തെ കുറിച്ച് നബി തങ്ങൾ ഒരു പൊള്ളുന്ന പ്രവചനം നടത്തിയിട്ടുണ്ട്. ഭരണം, നീതിന്യായത്തോടുകൂടിയുള്ള ഭരണം, 30 സന, അത് 30 കൊല്ലമേ മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ അന്ന് പ്രഖ്യാപിച്ചതാണ്. 30 കൊല്ലമാണ് ഭരണം. എന്റെ പ്രതിനിധിയായിട്ട്
ഭരിക്കുന്നത് 30 കൊല്ലമാണ്. അൽ ഖിലാഫത്തു 30 സന സുമ്മ തസീറു മുൽക്കൻ അദൂല. പിന്നീട് പരസ്പരം തമ്മിലടിക്കുന്ന കലഹഭരണങ്ങളായിരിക്കും നിങ്ങൾക്ക് പിന്നീട് കാണാൻ കഴിയുക. അത് അക്രമ ഭരണമായി മാറും. സുമ്മ തസീറു, പിന്നീടതായി മാറും. റസൂലുള്ള പറയാൻ മുൽക്കൻ അദൂല, അത് അക്രമ ഭരണമായി മാറാൻ പോകുന്നുണ്ട്. കൃത്യമായിട്ട് ഈ പ്രവചനത്തിന്റെ പുലർച്ചയാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്നു, ഇമാം തുർമുദി ഉദ്ധരിക്കുന്നു, ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഇവരൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാം. അതില് 1-ാം നമ്പർ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവരുടെ പേര്, അവരുടെ വാപ്പ, അവരുടെ ഉമ്മ, അവരുടെ ഭാര്യമാര്, അവരുടെ മക്കള്, അത്തരം ചർച്ചയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇന്ന് കൊടുത്ത തലക്കെട്ടിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ പറയാം. ആദർശ കൊട്ടാരത്തിലെ രാജാവ് എന്ന് പറയുമ്പോ നസബിന്റെ അടിസ്ഥാനത്തില് ബഹുമാനപ്പെട്ടവർക്കൊരു രാജകീയ സ്ഥാനമുണ്ട്. ഞാൻ അപ്പോൾ പറയാം അവിടുത്തെ നസബ് ഏതാണ്, തറവാട് ഏതാണ് എന്നൊക്കെ. ഇവിടെ ഇന്ന് നേരിട്ട് വിഷയത്തിലേക്ക് അങ്ങ് കിടക്കുകയാണ്. സ്വന്തം ധനവും ശരീരവും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി സമർപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങളെ കുറിച്ച് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അതാ ഹബീബ് ഖുതുബയോദിക്കൊണ്ടിരിക്കുകയാണ്. ഖുതുബയോദിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയ വബൈന മാ ഇൻദഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോയ്സ് നൽകിയിരിക്കുകയാണ്. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് നൽകിയിട്ടുണ്ട് അല്ലാഹു തആല. അബ്ദ, തന്റെ അടിമക്ക്, അബ്ദ, ഒരടിമക്ക് അല്ലാഹു അനുവാദം നൽകിയിരിക്കുന്നു. ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാമെന്ന് ഒരടിമക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുമതി നൽകിയിരിക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു. അത് ആരാന്നൊന്നും പറഞ്ഞിട്ടില്ല, ഒരടിമക്ക്. എന്ത്? ബൈന ദുനിയ വബൈന മാ ഇൻദഹു. ഈ ദുനിയാവ് വേണോ അതോ അല്ലാഹുവിന്റെ അടുത്തുള്ള വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ എന്ന് പറഞ്ഞ ആ അവസാനത്തെ നാളുകളിൽ ഏറ്റവും അവസാനത്തെ നാളായ പരലോകത്തിലെ സുഖസൗകര്യങ്ങൾ വേണോ എന്ന് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ അടുത്തുള്ള അനുഗ്രഹങ്ങളോ വേണ്ടത്, അതോ ഈ താണ ദുനിയാവോ വേണ്ടത്? ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം എന്നൊരടിമക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടം നൽകിയ സമയത്ത്, അനുവാദം നൽകിയപ്പോൾ, സ്വാതന്ത്ര്യം നൽകിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖ്താറ മാ ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ അടുത്തുള്ള അനുഗ്രഹങ്ങളെ ആ അടിമ സ്വയം തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. ആരാണ് ഈ അടിമ എന്ന് പറഞ്ഞിട്ടില്ല. ഫബകാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുന്നു. കരഞ്ഞു എന്നല്ല, പൊട്ടിക്കരയുന്നു അബൂബക്കർ സിദ്ദീഖ്. ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദരി ചോദിക്കുകയാണ്, ഞാൻ എന്റെ നഫ്സിൽ, എന്റെ സ്വന്തം മനസ്സിനോട് ഞാൻ ചോദിച്ചു, ഫഖുൽതു ഫീ നഫ്സി മാ യുബ്കി ഹാദാ ശൈഖ്. എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ കരയുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തിനാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരിചയസമ്പന്നനായ ഈ സിദ്ദീഖുൽ അക്ബർ എന്തിനാണ് കരയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരടിമക്ക് അല്ലാഹു തആല ഇഷ്ടം പ്രവർത്തിക്കാൻ അധികാരം കൊടുത്തു. അള്ളാന്റെ അടുത്തുള്ളത് തെരഞ്ഞെടുക്കുക വേണ്ടത്, ദുനിയാവിലുള്ളത് തെരഞ്ഞെടുക്കുക വേണ്ടതെന്ന് ചോദിച്ചു. ആ സമയത്ത് അള്ളാഹുവിന്റെ അടുത്തുള്ളത് ആ അടിമ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞെങ്കിൽ അതിനെന്തിനാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ കരയുന്നത് എന്ന് ഞാൻ എന്റെ സ്വന്തം മനസ്സിലിങ്ങനെ പറഞ്ഞു. ആ സമയത്ത് പിന്നെയാണ് വിഷയം തിരിഞ്ഞത്. ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുവൽ അബ്ദുൽ മദ്കൂർ. ആ പറയപ്പെട്ട അടിമ മുഹമ്മദുർ റസൂലുള്ളാഹി ആയിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്താകാൻ സമയമായിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഹബീബ് അല്ലാഹുവിന്റെ അടുത്തുള്ള സുഖസൗകര്യങ്ങൾ തെരഞ്ഞെടുത്ത് തൽക്കാലം ദുനിയാവിൽ നിന്ന് പിരിയുകയാണ്. വകാന അബൂബക്കർ അഅലമനാ.
ഞങ്ങളെ കൂട്ടത്തിൽ ഏതൊരു വിഷയവും മുത്തുനബി എന്ന് പറയുമ്പോഴേക്ക് അതിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും കടന്നു ചെയ്ത ആ വിഷയത്തെ ആവാഹിക്കാൻ കഴിഞ്ഞിരുന്ന, ആ വിഷയത്തെ മൊത്തം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്ന മഹാനായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് മുത്തുനബിക്ക് മനസ്സിലായി, അബൂബക്കറിന് സിദ്ദീഖ് കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ ഇങ്ങ് വാ. എന്നിട്ട് ഹബീബ് പറയുന്നു, യാ അബൂബക്കർ, അബൂബക്കറേ നീ കരയരുത്, ലാ തബ്കി, മോനെ നീ കരയല്ല. ഇന്ന അമന്നന്നാസി അലയ്യ ഫീ സുഹബതിഹി വമാലിഹി അബൂബക്കർ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്, സർവം സമർപ്പിച്ച അനുപമ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അബൂബക്കറെ നീ എന്തിനാ കരയുന്നത്? വിഷമിക്കല്ല, നാളെ പരലോകത്ത് നിനക്ക് ഞാനുണ്ടാവും, നീ ഭയപ്പെടേണ്ടതില്ല. കാരണം എന്റെ കൂട്ടത്തിൽ ഒരുപാട് കൂട്ടുകാരെനിക്കുണ്ട്, സഹാബത്ത് ധാരാളമുണ്ട്. എന്നാൽ ഇന്ന അമന്നന്നാ എന്നോടൊപ്പം സഹവസിച്ചതിലും കൂട്ടുകൂടിയതിലും സ്വന്തം ധനം തന്ന് സഹകരിച്ചതിലും നഫ്സും മാലും തനിക്ക് വേണ്ടി സമർപ്പിച്ചതില് എനിക്കേറ്റവും കടപ്പാടുള്ള മനുഷ്യൻ ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അബൂബക്കർ. പ്രിയപ്പെട്ട അബൂബക്കറെ, നീയാണ്. നിന്റെ മുതൽ എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റൊരാളുടെയും മുതൽ ഉപകരിച്ചിട്ടില്ല. നിന്റെ സേവനങ്ങൾ എനിക്ക് ഉപകരിച്ചതുപോലെ മറ്റൊരാളുടെ സേവനങ്ങളും ഉപകരിച്ചിട്ടില്ല. അതുകൊണ്ട് അബൂബക്കർ, നിങ്ങളോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത്. ഇന്ന അമന്നന്നാസി അലയ്യ ഫീ സുഹബതിഹി വമാലിഹി അബൂബക്കർ വലൗ കുൻതു മുത്തഖിദൻ ഖലീലൻ മിൻ ഉമ്മത്തി. എന്റെ ഉമ്മത്തിൽ നിന്ന് ഞാൻ ഒരാളെ എന്റെ ഖലീലായി തെരഞ്ഞെടുക്കുകയായിരുന്നുവെങ്കിൽ, എന്റെ ഉച്ചമിത്രമായി ഞാൻ തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ ലത്തഖൽതു അബൂബക്കർ, അത് ഞാൻ അബൂബക്കറിനെ തെരഞ്ഞെടുക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ഖലീലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഖലീൽ എന്ന് പറഞ്ഞാൽ സുഹൃത്തിലേക്ക് ആവശ്യമുള്ളയാളെന്നാണ്. അല്ലെങ്കിൽ മാനുഷിക വികാരങ്ങൾക്കൊക്കെ വശംവദനാകുന്ന ഒരാളാണെങ്കിൽ അതിനൊക്കെ അപ്പുറത്ത് കറകളഞ്ഞ സ്നേഹം, ഇങ്ങോട്ട് ഉപകാരം ചെയ്തെങ്കിൽ അതിന് പ്രത്യുപകാരം എന്ന നിലക്കല്ല, ഇങ്ങോട്ട് സ്നേഹിച്ചെങ്കിൽ അതിന് പ്രത്യുപകാരം എന്ന നിലക്കുള്ള സ്നേഹമല്ല. അതാണ് ഖലീലിന്റെ അർത്ഥമെങ്കിൽ. പക്ഷേ വലാകിൻ ഉഖുവത്തുൽ ഇസ്ലാമി വമബദ്ദതു, ഇവിടെ നിലനിൽക്കുന്നത് ഉഖുവത്തുൽ ഇസ്ലാമാണ്, ഇസ്ലാമിക സഹോദര്യ ബന്ധമാണ്. അത് ഫ്രണ്ട്ഷിപ്പിനേക്കാൾ മേലെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഫ്രണ്ട്ഷിപ്പ് ഭൗതിക ലാക്കുകൾക്ക് വേണ്ടിയാണ് നടത്തുന്നതെങ്കിൽ അതൊക്കെ മഹാന്മാർ വിശദീകരിച്ചതാ ഞാൻ ഈ പറയുന്നത്. അതിന്റെ അറബി മൂലങ്ങളും കൂടെ കൂട്ടത്തിൽ വായിക്കുമ്പോൾ സമയം വൈകുമെന്നതുകൊണ്ടാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അതുകൊണ്ടാണ് അതൊന്നും വിശദീകരിക്കാത്തത്. അതൊക്കെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ മുഹദ്ദിസീങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നത് കാണാം. എങ്കില് മഹബ്ബത്ത്, മുൽഫത്ത്, സ്നേഹം, മാനസിക പൊരുത്തം അതങ്ങോട്ട് പരിപൂർണമാകുന്നത് ലാക്കുകൾ കണ്ണിൽ കാണാതെ, ദുർലാക്കുകളില്ലാതെ സ്നേഹിക്കാൻ കഴിയണം. നീ എന്നെ സ്നേഹിച്ചതിന് പകരം എന്നതിലുപരി അബൂബക്കറെ നിനക്ക് ഞാൻ നൽകുന്നത് ഉഖുവത്താണ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ സ്നേഹബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്. അതുകൊണ്ട് നീ എന്റെ കൂട്ടുകാരനാണ്. ലാ യബ്ഖയന്ന ബാബുൻ ഫിൽ മസ്ജിദി ഇല്ലാ സുദ്ദ ഇല്ലാ ബാബു അബൂബക്കർ. അതേ, അന്ന് മസ്ജിദുൻ നബവിയിൽ ധാരാളം വാതിലുകളുണ്ട്, ഓരോരുത്തർക്കും കടന്നു വരാൻ ഓരോ കവാടങ്ങളുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഓരോരുത്തരും അവർക്ക് കടന്നു വരാൻ സ്വന്തം സെപ്പറേറ്റ് വാതിലുകൾ സൃഷ്ടിച്ചാൽ അത് കൂടുതൽ അപകടകരമാകും. വാതിലുകൾ മുഴുവൻ അടക്കപ്പെടണം. ഇല്ല ബാബു അബൂബക്കർ, അബൂബക്കറിന്റെ വാതിൽ അടക്കപ്പെടരുത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖിനെ എത്രമാത്രം പരിഗണിച്ചു എന്ന് സഹീഹുൽ ബുഖാരിയിൽ കാണുന്ന ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി മാത്രമല്ല, ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്ന, ബഹുമാനപ്പെട്ടവർ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ആരായിരുന്നു അബൂബക്കർ സിദ്ദീഖ് എന്നറിയോ? ബഹുമാനപ്പെട്ടവർ പറയുന്നു, കാന അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു മകാനൽ വസീരി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാജാവാണെങ്കിൽ ആ രാജാവിന്റെ മന്ത്രിയുടെ സ്ഥാനത്തായിരുന്നു ബഹുമാനപ്പെട്ട അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി തങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഫകാന യുശാവിറുഹു ഫീ ജമീഇ ഉമൂരിഹി, അബൂബക്കറിനോട് മുശാവറ നടത്താത്ത ഒരു കാര്യവുമില്ല. മാത്രമല്ല വകാന സാനിയഹു ഫിൽ ഇസ്ലാം,
അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. റസൂലുള്ളാഹിയുടെ രണ്ടാമൻ സിദ്ദീഖുൽ അക്ബറാണ് സദാസമയം. കഴിഞ്ഞില്ല. വകാന സാനിയഹു ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ മുത്തുനബിയുടെ രണ്ടാമനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആദ്യത്തെ പാർട്ടി പ്രവർത്തകനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി കഴിഞ്ഞാൽ എണ്ണുന്നത് അബൂബക്കർ സിദ്ദീഖ് എന്നതാണ്. അതാണ് വകാന സാനിയഹു ഫിൽ ഇസ്ലാം. ഇനി എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്? അതിനു മുമ്പ് ഖദീജ ബീവിയില്ലേ? അതിനു മുമ്പ് ഖദീജ ബീവിയില്ലേ? സിദ്ദീഖിന്റെയും മുമ്പ് അലിയാര് വന്നിട്ടില്ലേ എന്നതൊക്കെ ചോദ്യമാണ്. ഇൻഷാ അല്ലാഹ് നാളെ അതിനൊക്കെ മറുപടി പറയും. ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമർപ്പണങ്ങൾ വായിക്കാൻ പോവുകയാണ്. അതിന്റെ മുമ്പ് ഈ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എവിടെയൊക്കെ റസൂലുള്ളാഹി തങ്ങളോട് കൂടെ കൂട്ടുകൂടി ഇസ്ലാം സ്വീകരിച്ചെടുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ രണ്ടാമനാണ്. ജീവിതത്തിൽ റസൂലുള്ളാഹിയുടെ കൂടെ രണ്ടാമനാണ്. ഇസ്ലാം സ്വീകരിച്ചെടുത്ത് രണ്ടാമനാണ്. സൗറിലിരിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ രണ്ടാമനാണ് സിദ്ദീഖുൽ അക്ബർ. ബദറില് മുത്തുനബിക്ക് വേണ്ടി പ്രത്യേകം സജ്ജമാക്കപ്പെട്ട ആ പന്തലിനകത്ത് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ കൂടെയുണ്ടായിരുന്ന രണ്ടാമൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മാത്രമല്ല ഹിജ്റത്ത് ശരീഫയില് മുത്തുനബി ചെന്ന് കിടന്നുറങ്ങിയിട്ട് പിന്നീട് മുത്തുനബിയുടെ പാർശ്വം ചേർന്ന് കിടക്കാൻ ഭാഗ്യം കിട്ടിയത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനാണ്. ഖബറിലും രണ്ടാമൻ തന്നെയാണ്. കഴിഞ്ഞില്ല. വലം യകുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖദ്ദിമു അലൈഹി അഹദാ. സിദ്ദീഖിനേക്കാൾ ഒരൊറ്റ കുട്ടിക്കും റസൂലുള്ളാഹി സ്ഥാനം നൽകിയിരുന്നില്ല. സിദ്ദീഖ് ഉണ്ടെങ്കിൽ സിദ്ദീഖിനായിരുന്നു ഏറ്റവും കൂടുതൽ സ്ഥാനം നൽകിയിരുന്നത്. വയകൂനു സാഹിബഹു യൗമൽ ഖിയാമത്തി ഇൻഷാ അല്ലാഹു ഫിൽ ഹൗദ്. ഇൻഷാ അല്ലാഹ് നാളെ ഹൗദുൽ കൗസറിന്റെ അടുത്ത് മുത്തുനബി അതിന്റെ സെന്ററിൽ നിൽക്കും. എന്റെ വലഭാഗത്ത് എന്റെ രണ്ടാമനായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സഈദ് ഇബ്നുൽ മുസയ്യിബ് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നാളെ ഹൗദുൽ കൗസറിന്റെ അടുത്ത് രണ്ടാമനായി ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വരും. വയകൂനു സാനിയഹു യൗമൽ ഖിയാമത്തി അലൽ ഹൗദ്. നാളെ ഹൗദുൽ കൗസറിന്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരനായി രണ്ടാമനായി അവിടെയും വരാനിരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇങ്ങനെ ജീവിതത്തിന് ദുനിയാവിലും ആഖിറത്തിലും എല്ലായിടത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ലായിരുന്നുവെങ്കിൽ ആ നിഴലിന്റെ സ്ഥാനത്തെന്നോണം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടായിരുന്ന കാരണം ഒരു ദിവ്യ സ്വപ്നമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടായിരുന്ന കാരണം ഒരു സ്വപ്നമായിരുന്നു. അത് ബഹുമാനപ്പെട്ടവർ ഒരു തുണിക്കച്ചവടക്കാരനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തുണിക്കച്ചവടം ചെയ്തിട്ടായിരുന്നു ജീവിതം പുലർത്തിയിരുന്നത്. ഷാമിൽ പോയി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ബഹുമാനപ്പെട്ടവർ ഗംഭീരമായ ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നം വന്നിട്ട് അന്നത്തെ പുരോഹിതനായ ക്രിസ്തീയ പുരോഹിതനായിരുന്ന ബഹീറക്ക് വിശദീകരിച്ചു കൊടുത്ത സമയത്ത് ബഹീറ അദ്ദേഹത്തോട് ചോദിച്ചു, മിൻ ഐന അൻത, നീ ഏതു നാട്ടുകാരനാ മോനെ? ഇങ്ങനെ ഒരു സ്വപ്നം നീ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ചില വ്യാഖ്യാനങ്ങൾ എനിക്ക് പറയാനുണ്ട്. സിദ്ദീഖുൽ അക്ബർ കണ്ട സ്വപ്നം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ആ സ്വപ്നം എന്താന്ന് പറയുന്നില്ല. ആ സ്വപ്നം ബഹീറക്ക് പറഞ്ഞു കൊടുത്തപ്പോ ക്രിസ്തീയ പുരോഹിതനായ അഥവാ ഈസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച ഇൻസീൽ നന്നായിട്ട് അറിയാവുന്ന ബഹുമാനപ്പെട്ട ബഹീറ ചോദിക്കുകയാണ്, അല്ല നിങ്ങളേതു നാട്ടുകാരനാണെന്ന് പറയണം, എന്നിട്ടേ ഞാൻ ആ സ്വപ്ന വ്യാഖ്യാനം പറയൂ. അവിടെ നിന്ന് പറഞ്ഞു, മിൻ മക്കത്തൽ മുക്കറമ, ഞാൻ മക്ക മുക്കറമയിൽ നിന്ന് വന്നയാളാണ്, ഞാൻ മക്കക്കാരനാണ്. ശരി, എങ്കിൽ ഇനി ചില കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളോട് തുടർന്ന് ചോദിക്കാനുണ്ട്. മിൻ അയ്യിഹാ, മക്കാരൻ മാത്രമാവൂലല്ലോ നിങ്ങള്, മക്കയിൽ ഏത് ഗോത്രക്കാരനാണെന്ന് പറ. മിൻ ഖുറൈശ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഖുറൈശിയാണ്, ഖുറൈശി കുടുംബക്കാരനാണ്. ശരി, ഖുറൈശിയാണല്ലേ? അവിടുന്ന് ചോദിച്ചു, ഇനി എനിക്ക് നിന്നെ കുറിച്ച് ഒരു കാര്യവും കൂടെ എനിക്കറിയാം, എന്നിട്ട് ഞാൻ അതിന് വ്യാഖ്യാനം പറയൂ. അയ്യു ഷൈഇൻ അൻത, നിനക്കെന്താ പണി? നിനക്കെന്താണ് ഏർപ്പാട്? ആ സമയത്ത് ബഹുമാനപ്പെട്ടവര് പറയുന്നു, താജിറുൻ, ഞാനൊരു കച്ചവടക്കാരനാണ്. ശരി, ഇനി ഞാൻ പറയാം. സദ്ദഖല്ലാഹു തആല റുഇയാക്, അല്ലാഹു നിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ മോനെ. ഇനി ഞാൻ തുടങ്ങുകയാണ്. ഈ പ്രാർത്ഥനയോടുകൂടെ ബഹീറ പറഞ്ഞു കൊടുക്കുകയാണ്, ഫഇന്നഹു യുബ്അസു നബിയ്യും മിൻ ഖൗമിക്, നിന്റെ ഖുറൈശ് തറവാട്ടിൽ നിന്ന് ഒരു പ്രവാചകൻ ഉദയം ചെയ്യാനുണ്ട് മോനെ.
ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടിയിട്ടില്ല. നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പാണ് ഈ സംഭവം. മോനെ, നിന്റെ കുടുംബത്തിൽ നിന്നൊരു പ്രവാചകൻ വരാനുണ്ട്. തകൂനു വസീറഹു ഫീ ഹയാതിഹി. ആ മഹാന്റെ ജീവിതകാലത്ത് നീ ആ മഹാന്റെ മന്ത്രിയെ പോലെയായിരിക്കും. തകൂനു വസീറഹു ഫീ ഹയാതിഹി വഖലീഫതഹു ബഅദ മൗതിഹി. ആ മഹാന്റെ വഫാത്തിനു ശേഷം നീ അവിടുത്തെ ഖലീഫയായിരിക്കും. വഖലീഫതഹു ബഅദ മൗതിഹി. ഫഅസറഹാ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ സ്വപ്നം പരമരഹസ്യമായി ഞാൻ സൂക്ഷിച്ചു. കാരണം ആരോട് പറഞ്ഞാലും അത് വിശ്വസിക്കൂല. ഞാൻ അതൊരൊറ്റ കുട്ടിയെയും അറിയിച്ചിട്ടില്ല. എന്റെ കൂട്ടുകാരനായിരുന്ന മുഹമ്മദ് മുസ്തഫയെ പോലും അറിയിച്ചിട്ടില്ല. ചെറുപ്പം മുതലേ നബുവത്തിന്റെ മുമ്പും ശേഷവും മുത്തുനബിയുടെ കൂട്ടുകാരനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബറിനേക്കാൾ 2 ചില്ലാനം വയസ്സ് കൂടുതലാണ്. ഞാൻ എന്റെ കൂട്ടുകാരൻ മുഹമ്മദ് നബിയെ പോലും വിവരമറിയിച്ചിട്ടില്ല. മുഹമ്മദിനെ പോലും ഞാനെന്ന് വിവരമറിയിച്ചിട്ടില്ല. അന്ന് റസൂലുള്ളാഹി തങ്ങൾ നബിയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കണം കേട്ടോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടും, നീ അവിടുത്തെ സന്തത സഹചാരിയാവും എന്ന് പറയുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ പറയാൻ, ഞാൻ ആ സ്വപ്നം പരമരഹസ്യമായി സൂക്ഷിച്ചപ്പോൾ അപ്പോഴാണ് ഹത്താ ബുഇസൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനത് പരമരഹസ്യമായി സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകരായി നിയോഗിക്കപ്പെട്ടു. നബി തങ്ങൾ പ്രവാചകരായി നിയോഗിക്കപ്പെട്ടു എന്ന വിവരം കിട്ടേണ്ട താമസോ ഞാൻ നബി തങ്ങളുടെ അടുത്ത് ചെന്നു. എന്നിട്ട് നബി തങ്ങളോട് ഞാൻ ചോദിച്ചു, ഒരു നബി തങ്ങളെ ഞാൻ കാത്തിരിക്കുന്നുണ്ടല്ലോ, എന്റെ സ്വപ്നപ്രകാരം, എന്റെ സ്വപ്നവ്യാഖ്യാന പ്രകാരം ഞാനൊരു നബി തങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആ നബി തന്നെയാണോ ഇത് എന്നറിയാൻ ചോദിക്കുന്ന അല്ല മുഹമ്മദ്, നിങ്ങൾ വാദിക്കുന്ന പ്രവാചകത്വത്തിന് നിങ്ങൾക്കെന്ത് തെളിവ് സമർപ്പിക്കാനുണ്ട്? ശരിക്ക് കേട്ടോളൂ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ, അർറുഇയല്ലതീ റഅയ്ത ബിസ്സാം, അർറുഇയല്ലതീ റഅയ്ത ബിസ്സാം. എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖേ, അന്ന് ഷാമിൽ നിന്ന് നീ കണ്ട സ്വപ്നമില്ലേ, അതാണ് അതിന്റെ തെളിവ്. ഞാൻ ആ സ്വപ്നം മുഹമ്മദ് നബിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്കന്നങ്ങ് ബോധ്യപ്പെട്ടു, ഇത് തന്നെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർറുഇയല്ലതീ റഅയ്ത ബിശ്ശാം. ഇത് കേൾക്കേണ്ട താമസം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു. മാത്രമല്ല വഖബ്ബല ബൈന ഐനൈഹി, വഖബ്ബല ബൈന ഐനൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 കണ്ണുകൾക്കിടയിൽ ഹബീബിന്റെ മൂക്കിൽ ചുംബനം നൽകുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് അങ്ങ് ചുംബിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, അശ്ഹദു അന്നക റസൂലുള്ളാഹ്. സുബുലുൽ ഹുദാ വർ-റഷാദ് എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് ബഹുമാനപ്പെട്ടവരെ സമർപ്പിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക്. നോക്ക് നിങ്ങൾ, ഒരുപാട് സംഭവങ്ങള് ഇതിന് സമാനമായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ്. ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങളൊക്കെ. പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആകെ 8 പേര് കടന്നു വന്നിട്ടുള്ളൂ. അന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് നിർബന്ധിക്കാൻ തുടങ്ങി, നബിയെ, എന്തിന് നമ്മളിങ്ങനെ രഹസ്യമായി ആരാധനകൾ ചെയ്യണം, നമുക്ക് പരസ്യമായി ആരാധന ചെയ്തുകൂടെ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറഞ്ഞു, യാ അബൂബക്കർ ഇന്നാ ഖലീൽ. അബൂബക്കറെ, നമ്മൾ അങ്കുലി പരിമിതമാണ്. യാ അബൂബക്കർ ഇന്നാ ഖലീൽ. വളരെ കുറഞ്ഞ സംഘമേ ആയിട്ടുള്ളൂ, തുച്ഛമാളുകളെ ഉള്ളൂ. കുറച്ചും കൂടെ സെറ്റപ്പ് ആവട്ടെ, കുറച്ചും കൂടെ സുശക്തമാവട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇറങ്ങി അങ്ങോട്ട് ദഅ്വ നടത്താം, പരസ്യ പ്രബോധനം ആരംഭിക്കാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇതിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ പരസ്യ പ്രബോധനം തുടങ്ങുന്നതുവരെ അതിനിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. മുസ്ലിമീങ്ങളതാ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ മുഴുവനും അതാ മുസ്ലിമീങ്ങൾ പരന്നു കഴിഞ്ഞു. ഓരോ കുടുംബത്തിലും ഓരോ ആളെങ്കിലും എന്ന നിലക്ക്
പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അതാ ഇസ്ലാമിലെ പ്രഥമ പ്രഭാഷകനാരാണെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളിൽ നിന്ന് ആദ്യത്തെ ഖതീബായിട്ട് ചരിത്രത്തിൽ ഇതിനെ വിശേഷിപ്പിച്ചത് അവ്വലു ഖതീബിൻ ഫിൽ ഇസ്ലാം എന്നാണ്. ആദ്യത്തെ ഖതീബാരാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തന്റെ ശരീരം പോയാലും വേണ്ടിയില്ല, തന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, തന്റെ കുടുംബത്തിന് ഭീഷണിയായാലും വേണ്ടിയില്ല, എല്ലാവരെയും അതാ വകഞ്ഞു മാറ്റിക്കൊണ്ട് സിദ്ദീഖുൽ അക്ബർ മുന്നോട്ട് വന്നിട്ട് ദഅാ ഇലല്ലാഹി വറസൂലി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന മുദ്രാവാക്യത്തിലേക്ക് ആളെ ക്ഷണിച്ചുകൊണ്ട് ഒരു പ്രബോധന പ്രഭാഷണം ആരംഭം കുറിച്ചു ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരിക്കലും ഖുറൈശികൾ നനച്ചിട്ടില്ല അബൂബക്കർ സിദ്ദീഖിന് ഇതിന് ധൈര്യം വരും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവരിൽ സുസമ്മതനായിരുന്നു, അതൊക്കെ വേറെ പറയേണ്ടതാ. ജാഹിലിയ്യ കാലത്ത് തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈവശമായിരുന്നു ഇവർ അമാനത്ത് സ്വത്തുകളും മറ്റുമൊക്കെ കൊടുക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നത്തിലകപ്പെട്ട് എന്തെങ്കിലും രണ്ടാൾ തമ്മിൽ കേസുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോ അവരുടെ സാമ്പത്തിക ബാധ്യതകളൊക്കെ ഏറ്റെടുക്കാൻ അബൂബക്കർ ഏറ്റെടുത്താൽ എല്ലാവർക്കും ധൈര്യമാണ്, അല്ലാത്ത ആരേറ്റെടുത്താലും വിശ്വസിക്കില്ലായിരുന്നു. അബൂബക്കർ പറഞ്ഞാൽ വാക്കുപാലിക്കുമെന്ന ധാരണയായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരത്തെ സുസമ്മതനാണ്. ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ പരമസത്യം വിളിച്ചു പറഞ്ഞപ്പോൾ വസാറൽ മുശ്രികൂന അലാ അബീ ബക്കറിൻ വഅലൽ മുസ്ലിമീൻ, മുശ്രിക്കീങ്ങൾ അതാ താടി വീഴുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെതിരില്, മുസ്ലിമീങ്ങൾക്കെതിരില്. ഫദുരിബു ഫീ നവാഹിൽ മസ്ജിദ്, അതാ പള്ളിയുടെ പ്രാന്തപ്രദേശങ്ങളില് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ സഖാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇവർ ചവിട്ടി അരക്കുകയാണ്, അടിച്ച തല്ലി സദസ വബുതി അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ചവിട്ടി വദുരിബ ദർബൻ സദീദ, തല്ലി സദസു, കാലുകൊണ്ട് ചവിട്ടി തല്ലി സദസു. എത്രത്തോളം എന്നറിയോ? വദനാ മിൻഹുൽ ഫാസിഖ്, സർവം സമർപ്പിച്ച അനുപമ വ്യക്തിത്വം എന്ന് പറയുമ്പോ എനിക്ക് പറയാനുള്ള ഏറ്റവും നല്ല ഒരു മോഡലാണ് പ്രിയപ്പെട്ട കൂട്ടുകാരായത്, കൊല്ലാത്ത ഒരു മോഡലാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിനു വേണ്ടി വേദനിക്കാത്ത ഒരാളും ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, നോക്കൂ നിങ്ങൾ, ആ സിദ്ദീഖുൽ അക്ബറിന്റെ അടുത്തേക്ക് അതാ ഒരു തമ്മാടി എഴുന്നേറ്റ് വരികയാണ്. ദനാ മിൻഹുൽ ഫാസിഖു ഉത്ബത്തു ഇബ്നു റബീഅ ഫജഅല യദ്രിബുഹു ബിനഅലൈനി മഹ്ഫൂഫൈനി, രണ്ട് തെരിപ്പ് മൂരിയിട്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അവൻ അടിക്കുന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി തല്ലി തല്ലി, എത്രത്തോളം എന്നറിയോ നിങ്ങൾ? ആ ചെരുപ്പ് കൊണ്ട് മുഖത്തടിച്ചിട്ട് ഹത്താ മാ യുറഫു വജ്ഹുഹു മിൻ അംഫിഹി, മൂക്കും മുഖവും തമ്മിൽ തിരിച്ചറിയാത്ത ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് മൂക്ക പൊട്ടിയിട്ട് മുഖത്തങ്ങോട്ട് പരന്നുപോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ. വീണുകിടക്കുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ രക്തത്തിൽ കുളിച്ചു. ഉടനെ തന്നെ ബനൂ തൈം ഗോത്രം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമാണ് തൈം ഗോത്രം. ആ തൈം ഗോത്രത്തിനപ്പോഴേക്ക് കുടുംബ ഭ്രാന്തിളകി. കാരണം അന്നവർക്കിടയിൽ ആദർശ നേതാവട്ടെ പാർട്ടി ഏതാവട്ടെ അതൊക്കെ അങ്ങോട്ട് പോകുമല്ലോ. കുടുംബത്തിന് അടി വീഴുമ്പോ ചോരക്ക് വേദനിക്കുമ്പോൾ ചോരയും ഒന്നാകും. ബനൂ തൈം ഗോത്രങ്ങൾ ഒന്നായി. അവരൊന്നായിട്ട് വന്നിട്ട് പറഞ്ഞു, ഉത്ബത്തു ഇബ്നു റബീഅയല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അടിച്ചത്, കാണിച്ചു തരാം. അവർ വന്നു, മുശ്രിക്കീങ്ങളെ മുഴുവനും അടിച്ചോടിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വിരട്ടി മുശ്രിക്കീങ്ങളെ, ശത്രുക്കളെ മുഴുവനും വിരട്ടിയോടിച്ചതിന് ശേഷം ബനൂ തൈം ഗോത്രം വഹമലത്ത് ബനൂ തൈമിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫീ തൗബ, ഒരു വസ്ത്രത്തിൽ താങ്ങിപ്പിടിച്ച് എടുത്തിട്ട് പൊക്കിയെടുത്തിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഹത്താ അദ്ഖലൂഹു മൻസില, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലെത്തിച്ചു. വലാ യസ്കൂന ഫീ മൗതിഹി, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആ സീരിയസ് നില കണ്ടപ്പോൾ അവരുറപ്പിച്ചു സിദ്ദീഖുൽ അക്ബർ മരിക്കും. ഇവർക്ക് സിദ്ദീഖുൽ അക്ബറിന്റെ ആദർശത്തോട് ഒരല്പം പോലും മാനസിക പൊരുത്തമില്ല. പക്ഷേ ഇവർക്കുള്ളത് ഇവിടെ കുടുംബ വൈകാരികതയാണ് ഇവിടെ ഇളകിയിരിക്കുന്നത്.
കുടുംബ വൈകാരികതയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങളെ കുടുംബക്കാരനെ ചെയ്ത ഞങ്ങളെ കുടുംബക്കാരനെ ചെയ്ത ഇവനെ ഞങ്ങൾ വിടില്ല. മരിക്കുന്ന ഉറപ്പായപ്പോൾ അവര് പറഞ്ഞു, പള്ളിയിലേക്ക് വന്നിട്ട് മസ്ജിദുൽ ഹറാമിലേക്ക് വന്നിട്ട്, മസ്ജിദുൽ ഹറാമിൽ നിന്നാണല്ലോ സംഭവം മക്കയിലെ, മസ്ജിദുൽ ഹറാമിലേക്ക് കടന്നു വന്നിട്ട് അവര് പറഞ്ഞു, വല്ലാഹി ലഇമ്മാത അബൂബക്കറിൻ ലനഖതുലന്ന ഉത്ബ, ലഇമ്മാത അബൂബക്കറിൻ ലനഖതുലന്ന ഉത്ബ. ഉറപ്പാണ്, ഞങ്ങളുടെ അബൂബക്കറെങ്ങാനും മരിച്ചാൽ ഉത്ബത്തിനെ ഞങ്ങൾ കൊല്ലുക തന്നെ ചെയ്യും, സംശയിക്കണ്ട, അതിന് ഞങ്ങളുടെ കുടുംബം തയ്യാറാണ്. ബനൂ തൈം ഗോത്രം പറഞ്ഞു. പക്ഷെ അപ്പോഴൊക്കെ അവർക്ക് മനസ്സിന്റെ ഉള്ളില് എന്തിനാണ് അബൂബക്കർ ഈ തല്ലു വാങ്ങിയതെന്നുണ്ട്. അതുകൊണ്ട് പക്ഷേ ചോരയുടെ പക്ഷത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ചോരയുടെ പക്ഷത്ത് നിൽക്കുക എന്ന് പറയാം, കുടുംബക്കാരായതുകൊണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേട്ടക്കാരനെ വിട്ട് ഇരയുടെ പക്ഷത്ത് നിൽക്കുകയാണെന്ന് പറയാമായിരുന്നു. ഇത് ചോരയുടെ പക്ഷത്തും കൂടെയാണ് നിൽപ്പ്. ഇരയുടെ പക്ഷത്ത് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇവർ കുടുംബക്കാരാണ്. ഇവർ ആഹ്വാനം നടത്തി, അബൂബക്കറിനെങ്ങാനും എന്തെങ്കിലും പറ്റട്ടെ, അവിടെ നിന്ന് അങ്ങോട്ട് കാണിച്ചു തരാം. ഇവർ അബൂബക്കറിന്റെ അടുത്തേക്ക് മടങ്ങി വന്നു. ഈ പ്രഖ്യാപനം നടത്തിയിട്ട് നേരെ വീട്ടിൽ വന്നു. അബൂബക്കറിന്റെ ഹാൽ എന്താണെന്നറിയാൻ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ, പിന്നീട് മുസ്ലിം ആകുന്നുണ്ട്. അബൂ ഖുഹാഫയും അതുപോലെ തന്നെ ബനൂ തൈം ഗോത്രവും അവർ അബൂബക്കറിനോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. യുകല്ലിമൂന അബൂബക്കർ അബൂബക്കർ യാ അബൂബക്കർ, അബൂബക്കറെ വാപ്പ വിളിക്കുന്നു, പൊന്നുമോനെ, മോനെ ഒന്ന് മിണ്ടുമോനെ. കാരണം ആ കോലത്തിൽ അടിച്ച് തല്ലി ചതച്ചിരിക്കുകയാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു മിണ്ടുന്നില്ല. കുറെ നേരം ഇവർ വിളിച്ചപ്പോൾ ഫതകല്ലമ ഫീ ആഖിരിൻ നഹാർ, അന്നത്തെ പകൽ അവസാനിക്കാറായപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു സംസാരിക്കുകയുണ്ടായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു മിണ്ടിയപ്പോ ഒന്നാമത്തെ സംസാരം എന്താണെന്നറിയോ? മോനെ മോനെ എന്ന് വിളിക്കുന്ന വാപ്പ, മോനെ ഒന്ന് മിണ്ട്, ഒരൽപ്പം വെള്ളം കുടിക്കുക എന്ന് പറയുന്ന ഉമ്മയുണ്ട്. തന്റെ കുടുംബക്കാര് തറവാട്ടുകാര് മുഴുവനുമുണ്ട്. അവിടെ വെച്ച് ബഹുമാനപ്പെട്ടവർ ആദ്യം തന്നെ ചോദിക്കുന്നതുമാ ഫഅല റസൂലുള്ളാഹി. ഒന്നാമത്തെ സംസാരം ഇതാ, ഞാനിങ്ങനെയൊക്കെയായി ശരിയാണ്, പക്ഷേ എന്റെ ഹബീബിനെ അവർ തല്ലിച്ചതോ, എന്റെ ഹബീബിന്റെ കഥ എന്താണ് എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് ചോദിക്കുമ്പോൾ ഫമസ്സൂ മിൻഹു ബിഅൽസിനതിഹിം വഅദലു, അവരവരുടെ നാക്കുകൊണ്ട് കണക്കിന് കൈകാര്യം ചെയ്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. എടോ, ഇതൊക്കെ കിട്ടിയതാ മുഹമ്മദിന്റെ പിന്നാലെ കൂടിയിട്ടാണ്. ഇനിയും നീ മുഹമ്മദ് മുഹമ്മദ് എന്ന ഭ്രാന്തും പറഞ്ഞു നടക്കണോ? ഇക്കോലത്തിൽ നീ പീഡിപ്പിക്കപ്പെടാൻ കാരണം മുഹമ്മദിന്റെ പക്ഷത്തു നിന്നതുകൊണ്ടാണ്. വിടൂ നിന്റെ നേതാവിനെ. ഇനിയെങ്കിലും ഈ സംസാരം ഞങ്ങൾ കേട്ടുപോകരുത്. നിനക്ക് വേണ്ടിയാണോ ഞങ്ങൾ വാദിക്കുന്നത്? അവർ കണക്കിന് കൈകാര്യം ചെയ്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. എന്നിട്ട് അവർ പറഞ്ഞു, അവൻ എന്തായാലും ഈ ഭ്രാന്ത് സുഖപ്പെടുന്നു തോന്നുന്നില്ല. ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മുൽ ഖൈറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മുൽ ഖൈറിനെ വിളിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, അവർ വഖാലൂരി ഉമ്മിഹി ഉമ്മുൽ ഖൈർ ഉൻദുരി അം തുത്ഇമീഹി ശൈആ ഔ തസ്ഖീ. എന്തെങ്കിലും ഭക്ഷണമോ വെള്ളമോ ഒക്കെ കൊടുക്കാൻ നോക്ക്, ഈ ഭ്രാന്ത് സുഖപ്പെടും തോന്നുന്നില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് വയറ്റിലാക്കാൻ നോക്ക്, എങ്ങനെയെങ്കിലും ആരോഗ്യനില വീണ്ടെടുക്കണം. കുടുംബക്കാര് പറഞ്ഞു, അവരിറങ്ങിപ്പോയി. പിന്നെ ഉമ്മ മാത്രമാണ്. ഉമ്മ മാത്രമാണ്. ആ സമയത്ത് ആ ഉമ്മനോട് നിർബന്ധിച്ച് ചോദിക്കാൻ തുടങ്ങുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമ്മ, നിങ്ങൾ ഭക്ഷണവും വെള്ളവും തരുന്നത് ഞാൻ സ്വീകരിക്കണമെങ്കിൽ എനിക്ക് അറിയാനുള്ള വിവരം അറിയണം. മാ ഫഅല റസൂലുള്ളാഹി, എന്റെ ഹബീബ് എന്ത് ചെയ്തു, എന്റെ ഹബീബിന് എന്തു പറ്റി, അത് അറിഞ്ഞിട്ടേ ഇനി വേറെ വിഷയമുള്ളൂ. എന്റെ ഹബീബിന് എന്തു പറ്റി എന്ന വിവരം പറയണം. എന്നിട്ട് ഭക്ഷണം കഴിക്കൂ, വെള്ളം കുടിക്കൂ. ഉമ്മക്ക് നിർബന്ധാണെങ്കിൽ ഞാൻ കുടിച്ചോളാം, തിന്നോളാം, പക്ഷെ ആദ്യം ഈ വിഷയത്തിന് തീരുമാനം തരണം. അപ്പോ ഉമ്മ പറഞ്ഞു, വല്ലാഹി മാലി ഇൽമും ബി സാഹിബിക്, മോനെ, നിന്റെ ഈ കൂട്ടുകാരനെ പറ്റി, മുഹമ്മദിനെ പറ്റി എനിക്കൊരു ഐഡിയ ഇല്ല, എനിക്കൊന്നും അറിയൂല, അയാളെ കുറിച്ച് ഒന്നും എനിക്ക് അറിഞ്ഞൂല. എങ്ങനെയാണ് ഞാൻ നിന്റെ കൂട്ടുകാരന്റെ വിവരം പറയാ? അതുകൊണ്ടാ മോനെ നീ ഇത് എഴുന്നേറ്റ് കുടിക്കും, ഉമ്മക്ക് അറിയൂല. അതുകൊണ്ടാണ് ഉമ്മ പറഞ്ഞത്. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറയാണ്, തിന്നാനും കുടിക്കാനും ഒക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് അറിയൂല ഉമ്മ, എനിക്കറിയാം, പക്ഷെ അറിയുന്ന ഒരാളെ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ അവിടെ പോയിട്ട് എന്റെ കൂട്ടുകാരന്റെ വിവരം ഒന്ന് അന്വേഷിക്കോ. അപ്പോൾ ചോദിച്ചു, ആരാണ്? നിങ്ങൾ ഉമ്മു ജമീലിന്റെ അടുത്ത് ചെല്ലുമോന്ന് ചോദിച്ചു.
ഖത്താബിന്റെ മകൾ ഉമ്മു ജമീലിന്റെ അടുത്ത് നിങ്ങൾ ചെല്ലുവോ? ഒരു മുസ്ലിമാണ് ഉമ്മു ജമീൽ റളിയല്ലാഹു അൻഹാ. അവരുടെ അടുത്ത് എന്നിട്ട് ഫസ്അലിഹാ അൻഹു, എന്റെ നേതാവിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് വരൂ. അങ്ങനെ ഉമ്മ പുറത്തുപോയി. കാരണം മോനോട് മോക്ക് പിടിച്ചു കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാൽ മോന്റെ ആരോഗ്യം കണ്ടെടുക്കാലോ എന്ന് കരുതിയിട്ട് ഉമ്മ ഇറങ്ങി നടന്നു. ഉമ്മ പോയിട്ട് ഉമ്മു ജമീലിന്റെ വീട്ടിൽ ചെന്നു. ഉമ്മു ജമീലിനെ കണ്ടു. ഉമ്മു ജമീലിനോട് കാര്യം ചോദിച്ചു. ഇന്ന അബാ ബക്കറിൻ യസ്അലുക അൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ്, മുഹമ്മദ് ബിൻ അബ്ദില്ലയുടെ വിഷയം എന്താണ് എന്നെന്റെ പ്രിയപ്പെട്ട മകൻ അബൂബക്കർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ മുഹമ്മദിന്റെ വിവരം എന്നറിയോ? വളരെ അത്യാസന്ന നിലയിലാണ് എന്റെ പ്രിയപ്പെട്ട മകൻ. ആ സമയത്ത് ഉമ്മു ജമീലിന്റെ മറുപടി, വല്ലാഹി മാ അരിഫു അബാ ബക്കറിൻ വലാ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ്. അള്ളാഹുവാണ് സത്യം ഉമ്മ, എനിക്ക് നിങ്ങളെ മോൻ അബൂബക്കറിനെ അറിഞ്ഞൂടാ, മുഹമ്മദ് ബിൻ അബ്ദുള്ളയെ അറിയില്ല. ഞാൻ അങ്ങനെ ഒരു മുഹമ്മദിനെ അറിയൂല, എനിക്ക് അങ്ങനെ ഒരു അബൂബക്കറിനെ അറിയൂല. ഉമ്മക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ മോന്റെ അടുത്ത് വരെ ഞാൻ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ കൂടെ വരാം. അപ്പൊ ഉമ്മ പറഞ്ഞു, മോളെ വന്നോ? നഅം, അതേ എനിക്കിഷ്ടമാണ്. അങ്ങനെ അതാ ഈ ഉമ്മയുടെ കൂടെ നടക്കുന്നു ഉമ്മു ജമീൽ. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഉമ്മു ജമീൽ ഒരിക്കലും നിലച്ചിട്ടില്ല. സിദ്ദീഖുൽ അക്ബറിന് ഇത്രമാത്രം പരിക്കേറ്റിട്ടുണ്ടെന്ന് സിദ്ദീഖുൽ അക്ബറിന്റെ മുഖം കണ്ടപ്പോൾ ഉമ്മു ജമീൽ അങ്ങ് ഞെട്ടിപ്പോയി. ഉമ്മു ജമീൽ ആ രംഗമങ്ങ് കണ്ടപ്പോ അഅ്ലനതു ബിസ്സിയാ, ഭൂമിയാർത്ഥ അതാ അത്ഭുതത്തില് അങ്ങ് അട്ടഹസിച്ചിട്ട് പറഞ്ഞുപോയി, വല്ലാഹി ഇന്ന ഖൗമൻ നാലൂ ഹദാ മിൻക, നിങ്ങളെ ഇതുപോലെ പീഡിപ്പിച്ച ഖൗമാരാണോ, ആ ജനത ആരാണോ, ലഅഹുലു ഫിസ്ഖിൻ വകുഫ്രിൻ, അവർ സത്യനിഷേധികളും സമ്മാടികളുമാകുന്നു. ലഅഹുലു ഫിസ്ഖിൻ വകുഫ്രിൻ വഇന്നി ലഅർജു അയ്യം തഖമല്ലാഹു മിൻഹും, അല്ലാഹു അവരോട് പകരം ചോദിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. അബൂബക്കർ, നിങ്ങൾ വേദനിക്കരുത്. ഇക്കോലത്തിൽ നിങ്ങൾ നിഷ്ഠൂരമായി മർദ്ദിച്ച ഖൗമിനോട് അല്ലാഹു പകരം ചോദിക്കാതിരിക്കില്ല, അല്ലാഹു പകരം ചോദിക്കും കേട്ടോ. ഉമ്മ അറിയുന്ന പേടിയൊക്കെ അങ്ങോട്ട് പോയി. ഇപ്പൊ അബൂബക്കറിനെ അറിയാം, മുഹമ്മദ് ബിൻ അബ്ദുള്ളയൊക്കെ അറിയാം. പക്ഷേ ഉമ്മനോട് പറഞ്ഞാൽ ഉമ്മ ഒറ്റുകാരിയായി വന്നതാണോ എന്ന പേടി കൊണ്ടാണ് ഉമ്മു ജമീൽ ആ വിഷയം പറയാതിരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഉള്ളത് ഒരു രഹസ്യ കേന്ദ്രത്തിലാണ്. ആ വിവരം ശത്രുക്കൾ അറിയരുത്, അതിനുവേണ്ടിയാണ് ഈ പറഞ്ഞത്. ആ സമയത്ത് അതാ ഈ ഒരു വിഷയം ബഹുമാനപ്പെട്ട ഉമ്മു ജമീൽ റളിയല്ലാഹു അൻഹ പറയേണ്ട താമസം അതാ ചോദിക്കുന്നു ബഹുമാനപ്പെട്ടവര്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്, മുത്തുനബിയുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു തരുമോ? കാലത്ത് ആ സമയത്ത് ഉമ്മു ജമീൽ പറയുന്നു. ഉമ്മു ജമീൽ എന്തുകൊണ്ട് അവിടുന്ന് പറഞ്ഞില്ല എന്ന് ഈ മറുപടിയിൽ നിന്ന് നമുക്ക് കിട്ടും. ഉമ്മു ജമീൽ പറയുന്നു, ഹാദിഹി ഉമ്മുക തസ്മഅ്, ഹാദിഹി ഉമ്മുക തസ്മഅ്, ഇതാ ഇവൾ നിന്റെ ഉമ്മയാണ്, ഈ ഉമ്മ ഇത് കേൾക്കുമല്ലോ അബൂബക്കറെ ഇത് പറയുമ്പോ. ആ സമയത്ത് പറഞ്ഞു അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫലാ ശൈഅ അലൈകി മിൻ, ഫലാ ശൈഅ അലൈകി മിൻ, ഒരു കുഴപ്പമില്ല മോളെ, നീ പറഞ്ഞോ, ഉമ്മാക്ക് എന്നോട് സ്നേഹമുണ്ട്, മോനോട് സ്നേഹമുള്ള ഉമ്മയാണ്. ഉമ്മ ഒരൊറ്റ കുട്ടിയോടും പുറത്തു വിടില്ല. ഉമ്മാക്ക് ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി എന്നുള്ളതാ ഉള്ളത്. അതുകൊണ്ട് ഉമ്മനെ പേടിച്ച് പറയാതിരിക്കേണ്ട, ധൈര്യമായി പറഞ്ഞോ, അതിലൊരു ചുക്കും സംഭവിക്കില്ല. അപ്പോൾ ഉമ്മു ജമീൽ പറഞ്ഞു, സലിമുൻ സാലിഹ്, പൂർണ്ണ ദേഹസുരക്ഷയോടുകൂടി ഒരു പോറലുമേൽക്കാതെ ആരോഗ്യനില നല്ല അവസ്ഥയിലാണ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്കുള്ളത്. ഉടനെ തന്നെ ചോദിച്ചു, ഫൈനഹു, എവിടെയാണ് എന്റെ നേതാവ്? ദാറുൽ അർഖം, ദാറുൽ അർഖമിലുണ്ട്, ദാറുൽ അർഖമിൽ കഴിയുന്നുണ്ട് എന്ന് മറുപടിയും കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്നിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ പറഞ്ഞു, മോനെ ഇപ്പോൾ വിവരമറിഞ്ഞല്ലോ, ഇനിയെങ്കിലും എന്റെ മോനെ ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കെന്ന് പറയുമ്പോ ഉമ്മനോട് പറയുന്നു, വിവരമൊക്കെ അറിഞ്ഞു, ശരിയാണ്, ഫവല്ലാഹി ലാ അദൂഖു തആമൻ വലാ ശറാബാ ഔ ആതി റസൂലല്ലാഹി, എനിക്കൊരു മുറുക്ക് വെള്ളമോ
ഒരു ഭക്ഷണമോ എനിക്ക് ടേസ്റ്റ് നോക്കാൻ പോലും കഴിയില്ല. കുടിക്കില്ല എന്നല്ല പറഞ്ഞത്. എന്താണ് ഭക്ഷണത്തിന്റെ സ്വാദ്, എന്താണ് വെള്ളത്തിന്റെ സ്വാദ്, ഒന്ന് അത് രുചിച്ചു നോക്കാൻ പോലും എനിക്ക് കഴിയില്ല. അല്ലാഹു യാ റസൂലല്ലാഹ്, മുത്തുനബിയുടെ അടുത്ത് ചെന്നിട്ടല്ലാതെ എനിക്കിനി വിശ്രമമില്ല. ഞാൻ വെള്ളം കുടിക്കില്ല, ഞാൻ തിന്നില്ല, ഞാൻ കുടിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഉമ്മു ജമീലിനോട് പറഞ്ഞു, എന്നാ നമ്മൾ ഇവനെയായിട്ട് നീ പറഞ്ഞ ദാറുൽ അർഖമിലേക്ക് അങ്ങോട്ട് പോകല്ലേ എന്ന് വെച്ചു. എന്നാലും എന്റെ മോൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചെങ്കിലേ സമാധാനമുള്ളൂ. അങ്ങനെ ഉമ്മു ജമീൽ റളിയല്ലാഹു അൻഹ പറയാൻ, ഞങ്ങള് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുണ്ട്, ഞാനുണ്ട്, ഞങ്ങൾ കൂടിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയുമായിട്ട് ഇങ്ങനെ നടന്നുപോയി. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അതാ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് അങ്ങ് കയറി ചെല്ലുമ്പോൾ മുത്തുനബി അതാ വല്ലാതെ തല്ലിച്ചതച്ച് എന്റെ കൂട്ടുകാരനെ കാത്തിരിക്കാൻ സിദ്ദീഖുൽ അക്ബറിനെ അങ്ങ് കണ്ടപ്പോ മനമങ്ങ് പൊട്ടി. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മേലെ ഇങ്ങ് വന്ന് വീണു, കെട്ടിപ്പിടിച്ച് കരയുന്നു, ചുംബിക്കുന്നു. വഖബ്ബ അലൈഹിൽ മുസ്ലിമൂൻ, ചുറ്റുപാട് നിന്നും മുസ്ലിമീങ്ങളെല്ലാം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിന്റെ മേലെ വീണ് കരയുന്നു. ആ സമയത്ത് ഈ രംഗം കണ്ടപ്പോ സിദ്ദീഖുൽ അക്ബറിന്റെ മുഖം, സിദ്ദീഖുൽ അക്ബറിന്റെ മൂക്ക് പരന്നത് കണ്ടപ്പോ റസൂലുള്ളാഹി, മുത്തുനബിയുടെ ഖൽബ് അലിഞ്ഞുപോയി. അല്ലാഹുവിന്റെ ഹബീബ് അതാ കരഞ്ഞു. അതാ പൊട്ടി കരഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ, ബി അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, എന്റെ വാപ്പനെയും ഉമ്മനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ദണ്ഡം നൽകാൻ ഞാൻ തയ്യാറാണ് യാ റസൂലല്ലാഹ്. ലൈസ ബീ ബഅസുൻ, എനിക്കൊരു കുഴപ്പവുമില്ല നബിയേ, എനിക്കൊന്നും പറ്റിയിട്ടില്ല, അങ്ങ് കരയരുത്. ഇല്ലാ മാ നാലൻ നാസു മിൻ വജ്ഹി, എന്റെ തലച്ചോറിനൊന്നും കുടുങ്ങിയിട്ടില്ല, എന്റെ ശക്തമായ കൽബിനൊന്നും പറ്റിയിട്ടില്ല നബിയെ, നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറുള്ള ഈ സിദ്ദീഖിന്റെ മനസ്സിനൊന്നും പറ്റിയിട്ടില്ല. ഇല്ലാ മാ നാലൻ നാസു മിൻ വജ്ഹി, ശത്രുക്കൾ എന്റെ മുഖം, അവരെന്റെ മുഖം അടിച്ചു പരത്തിയതൊഴികെ അവര് ചെറിയ ഒരു വീഴ്ച എന്റെ മുഖത്ത് എനിക്ക് വെച്ചിരിക്കുന്നു, ഒരു ചെറിയ ക്ഷീണം വരുത്തിയിരിക്കുന്ന നിങ്ങൾ ഈ കാണുന്ന ഈ വികൃതികൾ അവരെന്റെ മുഖത്ത് കളിച്ചു എന്നതിലുപരി, എന്റെ മൂക്ക് തകർന്നു എന്നതിലുപരി എന്റെ മനസ്സ് തകർന്നിട്ടില്ല നബിയെ. അതുകൊണ്ട് നബിയെ അങ്ങ് വേദനിക്കരുത്, ഞാൻ എന്നും നിങ്ങളുടെ കൂടെയുണ്ട്. എനിക്ക് പറയാനുള്ളത്, വഹാദിഹി ഉമ്മി ബർറത്തും ബിവലദിഹാ, സ്വന്തം മോനെ വല്ലാതെ സ്നേഹിക്കുന്ന എന്റെ പൊന്നുമ്മയാണ് എന്റെ കൂടെയുള്ളത്. വഅൻത മുബാറക്, അങ്ങ് പുണ്യവാളനാണ് നബിയെ, അങ്ങ് ബറക്കത്തുള്ളവരാണ്, എല്ലാം തികഞ്ഞവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹിയോട് പറഞ്ഞു. അതുകൊണ്ട് ഫഅസല്ലാഹു അൻ യസ്തൻഖിദഹാ ബിക മിനന്നാർ, നിങ്ങൾ ദുആ ചെയ്താൽ ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ, മുത്തുനബിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്നാണല്ലോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാൻ. നിങ്ങൾ ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് എനിക്കറിയാം. നിങ്ങളെ കൊണ്ട് എന്റെ ഈ ഉമ്മയെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നെനിക്കറിയാം. അള്ളാഹുവിനോട് നിങ്ങൾ പറഞ്ഞാൽ എന്റെ ഉമ്മയുടെ മനസ്സ് മാറ്റും നബിയെ, ഒന്ന് വിളിക്കെന്റെ ഉമ്മനെ ഇസ്ലാമിലേക്ക്. മുത്തുനബി തന്റെ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ബക്കർ, അബൂബക്കറിന്റെ ഉമ്മക്ക് ഹിദായത്ത് കൊടുക്കല്ലാ എന്ന് നബി തങ്ങൾ ഈ ദുആ ചെയ്യുകയും സഹാബത്ത് ആമീൻ പറയുകയും സുമ്മ ദഅഹാ ഇലൽ ഇസ്ലാം, എന്നിട്ട് അവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തത്വത്തിലേക്ക് വിളിച്ചപ്പോൾ ഫഖാലത അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഉമ്മയും ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് കടന്നു വന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ നോക്ക്, നിങ്ങൾ സ്വന്തം ശരീരം അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി സമർപ്പിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെയാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും തന്റെ ഉമ്മയും കുടുംബവും അദാ വഅഖാമു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിദ്ദാരി ശഹ്റ, ദാറുൽ അർഖമിൽ അവര് ഒരു മാസക്കാലം അവിടെ കഴിഞ്ഞുകൂടി. അന്നവർ 39 ആളുകളായിട്ടുണ്ട് ഇസ്ലാമില്. മുസ്ലിം കുടുംബം മുഴുവനും ദാറുൽ അർഖം, ആ ദാറുൽ അർഖം കേന്ദ്രീകരിച്ചാണ് അന്ന് ജീവിക്കുന്നത്. ഇവരുടെ ഈ കേന്ദ്രത്തിൽ എത്രയാളുണ്ട്? ഇനി ഇതിലേക്ക് 40ാമത്തെ ഒരു ആൺകുട്ടി, ഒരു ചുണക്കുട്ടി കയറി വരാനുണ്ട്. അതായിരിക്കും നാളെയല്ല മറ്റന്നാൾ നമ്മുടെ വിഷയം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് 40ാമത്തെ വ്യക്തിയായിട്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. 39 ആളാണ്. അന്നൊക്കെ രഹസ്യ കേന്ദ്രത്തിലാണ്. ഉമർ ഇങ്ങോട്ട് വന്നതോടുകൂടെ ധൈര്യമായി പിന്നെ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഫത്ഹ് തന്നെയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ.
ഇന്നും ഞാൻ വരുന്ന വഴിക്ക് ഒരാൾ പറഞ്ഞു, മറ്റന്നാൾ വരാം, ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചൊന്ന് കേൾക്കണം. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഉമർ റളിയല്ലാഹുവിന്റെ ധീരതയായിരിക്കും ഒരു പക്ഷേ ഇതിന് കാരണം, അല്ലെ? ഈ ഉമർ തങ്ങളെ കുറിച്ച് കേൾക്കാൻ കാരണവും മാത്രമല്ല, അവിശ്വാസികൾ വരെ, അമുസ്ലിങ്ങളായ എഴുത്തുകാർ വരെ ഉമറിന്റെ ഭരണം അതാണല്ലോ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ചത്. ഉമറിന്റെ വ്യക്തിത്വവും ഉമറിന്റെ ഭരണവും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും എങ്കിലേ അതിലൊക്കെ തെളിഞ്ഞു നിൽക്കുന്നത്, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ധീരതയുടെ കാര്യത്തിലും ഞാൻ പറയാം. അതൊക്കെ ആദർശ കൊട്ടാരത്തിലെ രാജാവ് നാളെയാണ് അവതരിപ്പിക്കുന്നത്. ഉമർ റളിയല്ലാഹുവിനോടാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹുവിനെ ചോദിച്ചത്, ഇസ്ലാമിന് മുമ്പ് പുലിക്കുട്ടിയും ഇപ്പം ഭീരുവോ? ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഇസ്ലാമിലേക്ക് വന്നിട്ട് നീ ഭീരുവാകുകയാണ്, അത് ചോദിക്കാനുണ്ടായ പശ്ചാത്തലം എന്താണെന്നുള്ള അന്വേഷിക്കാം എന്ന് പറഞ്ഞാൽ, ധീരമായിട്ട് ആദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി മരിക്കോളം പോരാടുമെന്ന് ഒരൊറ്റ ആൾ മാത്രം പ്രഖ്യാപിക്കുന്നു. അതാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എല്ലാ വിഷയത്തിലും തെളിഞ്ഞു നിൽക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെയാണ്. പക്ഷെ അബൂബക്കറിൽ കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു ഗുണമുണ്ട്, അത് സദാഖത്താണ്. ഏത്? ആ സമർപ്പണമാണ്, സ്നേഹബന്ധമാണ്. ആ സ്നേഹബന്ധത്തിൽ നിന്ന് ഉടലെടുത്ത സമർപ്പണമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ ഗുണങ്ങൾ ഇങ്ങനെ വീതിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു ഉറുദു കവി പാടുകയുണ്ടായി, സിദ്ദീഖ് നഹി തോ സദാഖത്ത് നഹി, ഉമർ നഹി തോ അദാലത്ത് നഹി, ഉസ്മാൻ നഹി തോ സഹാബത്ത് നഹി, അലി നഹി തോ ഷജാഅത്ത് നഹി. അത് വലിയ ഒരു വാക്കാണ്, അർത്ഥമുള്ള വാക്കാണ് ആ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോന്ന് അങ്ങോട്ട് പതിച്ചു കൊടുക്കുക. സിദ്ദീഖ് നഹി തോ സദാഖത്ത് നഹി. സിദ്ദീഖ് ഇല്ലെങ്കിൽ കൃത്യമായ ആത്മബന്ധമില്ല. സദാഖത്ത്, സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ്, അത് കറകളഞ്ഞ അവസ്ഥയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവുണ്ടെങ്കിൽ സിദ്ദീഖാണ്. കൂട്ടുകാരന്റെ കൂട്ടുകാരൻ എന്ന് പറയാൻ പറ്റിയ തെളിഞ്ഞ രണ്ട് കൂട്ടുകാര്, ആ കൂട്ടുബന്ധത്തിന്റെ ഒരു ഉദാഹരണം പറയാൻ അവകാശമുള്ളത് സിദ്ദീഖുൽ അക്ബറിന് മാത്രമാണ്. അതാണ് ഇന്ന് നമ്മൾ ഈ കേൾക്കുന്നത്. സിദ്ദീഖ് നഹി തോ സദാഖത്ത് നഹി, ഉമർ നഹി തോ അദാലത്ത് നഹി. ഉമറില്ലെങ്കിൽ നീതിയില്ല, ഉമറില്ലെങ്കിൽ നീതിയില്ല. അനീതിക്കെതിരെ, അന്യായത്തിനെതിരെ പോരാടിയ ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ നഹി തോ അദാലത്ത് നഹി, ഉസ്മാൻ നഹി തോ സഹാബത്ത് നഹി. ഉസ്മാനില്ലെങ്കിൽ ധർമ്മമില്ല, ദാനധർമ്മങ്ങള്. അതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഉസ്മാനാക്കി മാറ്റിയത്. ഉസ്മാൻ നഹി തോ സഹാബത്ത് നഹി. അതൊക്കെ നമ്മൾ ഓരോ ദിവസവും കേൾക്കാൻ പോവാ. അലി നഹി തോ ഷജാഅത്ത് നഹി. അലിയാരില്ലെങ്കിൽ ധീരതയില്ല, അലിയാരില്ലെങ്കിൽ ധൈര്യമില്ല. അലി നഹി തോ ഷജാഅത്ത് നഹി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് ശരിക്കും പഠിക്കാൻ പോകുന്ന ഓരോരുത്തരെ കുറിച്ച് നമ്മളിങ്ങനെ പഠിക്കാൻ പോവുകയാണ്. അപ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അന്ന് നമ്മൾ പഠിക്കും. ഇങ്ങനെ ബഹുമാനപ്പെട്ട ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് അബൂബക്കറിനെ തല്ലിച്ചതച്ച ദിവസം കണ്ടോ? ഹംസത്ത് ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അടിച്ചിട്ട് മൂക്കു പൊട്ടിച്ചത് കണ്ടിട്ടാണ്. ആ ദിവസത്തിലാണ് കടന്നു വന്നത്. ഇതും സുബുലുൽ ഹുദാ വർ റഷാദ് എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഈ സിദ്ദീഖിനെ പോലെ എനിക്കെല്ലാം തന്ന മറ്റൊരു കൂട്ടുകാരനുമില്ല. കേട്ടോളൂ, അബൂ ഹുറൈറ പറയുന്നു, റസൂലുള്ളാഹി പറഞ്ഞു, മാലി അഹദിൻ ഇൻദനാ യദുൻ. നമുക്ക് കാര്യമായ, എനിക്ക് നമ്മുടെ അടുത്ത് ഒരാൾക്കും യദുൻ, ഹാൻഡില്ല. മുഹമ്മദ് റസൂലുള്ളാഹി പറയാ, നമ്മുടെ അടുത്തൊരു കുട്ടിക്കും ഹാൻഡില്ല. ഇല്ലാ വഖദ് കാഫൈനാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, എനിക്കൊരു ഉപകാരവും ഒരാൾ ചെയ്തു തന്നിട്ടില്ല. ഇല്ലാ വഖദ് കാഫൈനാഹു, അതിന് ഞാൻ പ്രത്യുപകാരം ചെയ്തിട്ടല്ലാതെ, ഞാൻ പ്രത്യുപകാരം ചെയ്തു കൊടുക്കാത്ത ഒരു പരോപകാരിയും എന്റെ ജീവിതത്തിലില്ല. അബൂബക്കർ ഒഴികെ. മുഹമ്മദ് റസൂലുള്ളാഹി പറയാൻ, അബൂബക്കർ എനിക്ക് വേണ്ടി സമർപ്പിച്ചതിന് എനിക്ക് ഇവിടെ നിന്ന് പകരം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അബൂബക്കറിന് ഈമാൻ കൊടുത്തിട്ടുണ്ട്, ശരിയാണ്, അതൊന്നും അതിന് പകരമാകില്ല. റസൂലുള്ളാഹി പറയാൻ, അബൂബക്കറിനോടുള്ള സ്നേഹമാണ് ഈ വിളിച്ചോതുന്നത്. അബൂബക്കർ അല്ലാതെ മറ്റൊരാൾക്കും ഞാൻ പ്രത്യുപകാരം ചെയ്യാത്ത
ഒരു സേവനക്കാരൻ ആരുമില്ല. ഫഇന്ന ലഹു ഇൻദനാ യദൻ യുകാഫീഹില്ലാഹു ബിഹാ യൗമൽ ഖിയാമ. അബൂബക്കർ ചെയ്തു തന്ന സഹായത്തിന് പകരം കൊടുക്കാൻ ഖിയാമത്ത് നാളിൽ പടച്ച റബ്ബിനെ സാധിക്കുകയുള്ളൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞിട്ട് പറഞ്ഞു, വമാ നഫഅനി മാലു അഹദിൻ ഖത്ത്. ഒരു കുട്ടിയുടെ സമ്പത്തും എനിക്ക് ഉപകരിച്ചിട്ടില്ല. മാ നഫഅനി മാലു അബീബക്കർ. അബൂബക്കറിന്റെ മുതൽ ഉപകരിച്ചതുപോലെ ഒരു കൂട്ടുകാരന്റെ മുതലും എനിക്ക് ഉപകരിച്ചിട്ടില്ല എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഇതേ ഹദീസ് തന്നെ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലൊരു വാക്കും കൂടെ കാണാം, അബൂബക്കറിൻ. ഇതങ്ങ് കേട്ടപ്പോ സദസ്സിലിരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹൽ അന വമാലി ഇല്ലാ ലക യാ റസൂലല്ലാഹ്. ഹൽ അന വമാലി ഇല്ലാ ലക യാ റസൂലല്ലാഹ്. ഞാനും എന്റെ സമ്പത്തും അങ്ങേക്കല്ലാതെ മറ്റാർക്കെങ്കിലും ആണോ നബിയേ? ഞാനും എന്റെ സമ്പത്തും തിരുനബി തങ്ങൾക്ക് ബന്ധമാണ് നബിയേ. ഞാനും എന്റെ സമ്പത്തും അങ്ങേക്കല്ലാതെ പിന്നെ ആർക്കാണ് നബിയേ എന്ന് ചോദിച്ചിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ സമ്പത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ദീനിനു വേണ്ടി കൊടുത്തതിന്റെ ഒരു ചിത്രം നമുക്ക് കാണണ്ടേ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അടിമയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അവിടുത്തെ ഉടമകള് ഇടിച്ച് പീഡിപ്പിക്കുകയാണ്. കെട്ടിക്കിടത്തി ഒട്ടകത്തിന്റെ കാലിൽ കെട്ടിപ്പൂട്ടിയിട്ട് അതാ വെയിലത്തുകൂടെ പൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ വലിക്കുകയാണ്. അതാ ആ ഭാരമേറിയ കല്ലുകള് കെട്ടിപ്പൂട്ടിയിട്ട ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റത്തേക്ക് ഇടുന്നു. ആ കല്ലുകൾ വയറ്റത്ത് കെട്ടിവെച്ചിട്ട് കെട്ടിവലിക്കുകയാണ്. ലാത്തയെ സമ്മതിക്കുമോ ഉസ്സയെ സമ്മതിക്കുമോ എന്നവർ ചോദിക്കുന്ന സമയത്ത് ഫയഖൂലു റബ്ബി അല്ലാഹ്. ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, റബ്ബി അല്ലാഹ് റബ്ബി അല്ലാഹ് അഹദ് അഹദ് അഹദ്. അല്ലാഹുവാണ് എന്റെ റബ്ബ്, അവനൊരുവനാണ്, ഒരേ ഒരു റബ്ബേ ഉള്ളൂ, രണ്ടാമത്തെ ഒരുത്തനെ ഞാൻ സമ്മതിക്കില്ല. പാറക്കല്ലുകൊണ്ട് വയറ്റത്ത് ഇവരിടിക്കുമ്പോൾ, തലക്കിടിക്കുമ്പോൾ ഒട്ടകത്തിന്റെ കാലിൽ കെട്ടിയിട്ട് മണൽ പരപ്പിലൂടെ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ വലിച്ചു കെട്ടി പായുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ പറയാൻ അഹദ് 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 എന്ന ശബ്ദം പറയുമ്പോൾ അതോടൊപ്പം മഹാനവറുകള് ഒരു വാക്കും കൂടെ പറഞ്ഞു, എടോ ഇത്രയൊക്കെ പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴും ഇത്രയൊക്കെ ശക്തമായ ശിക്ഷാമുറകൾ അനുഭവിക്കുമ്പോഴും പിന്നെയും നീ അഹദ് എന്ന സ്വരം ഉയർത്തുകയോ? ഈ അഹദ് എന്ന സ്വരത്തിന് വലിയ കടുപ്പമുണ്ടല്ലടാ, എന്തൊരു ധൈര്യമാണടോ നിനക്ക് എന്നൊരു ശത്രു ചോദിച്ചപ്പോ മഹാനവറുകൾ പറയാൻ, വല്ലാഹി വല്ലാഹി ലൗ അഅലമു കലിമതൻ ഹിയ അഗ്യദു ലക്കും ലഖുൽതുഹാ. ലൗ അഅലമു കലിമതൻ ഹിയ അഗ്യദു ലക്കും ലഖുൽതുഹാ. നിങ്ങൾക്ക് ഇതിലേറെ ദേഷ്യം വരുന്ന, നിങ്ങളെ ഇതിലേറെ ചോടിപ്പിക്കുന്ന ഒരു കലിമത്ത് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിയുമായിരുന്നെങ്കിൽ ഇപ്പാറക്കല്ലുകൾക്കിടയില് ഈ പരന്ന മണൽപ്പരപ്പില്, ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പില് ബിലാൽ പറയായിരുന്നു ലഖുൽതുഹാ. അക്കലിമത്ത് തന്നെ പറയായിരുന്നു. അല്ലാഹുവിനേക്കാൾ നിങ്ങളെ ചോദിപ്പിക്കുന്ന കലിമത്തില്ല. അതുകൊണ്ടാണ് അല്ലാഹ് അല്ലാഹ് അഹദ് 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 എന്ന വാക്കിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകാത്തത് എന്ന് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രംഗത്തിന് ദൃക്സാക്ഷിയായിട്ട് അതിനടുത്തുകൂടെ നടന്നു പോകുന്നു സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉറക്കത്തെറുതിയത്തില്ല, അതേ നമുക്കുണ്ടാവുള്ളൂ. നമുക്ക് ഇതുപോലെ ഒരു ചെറിയ സേവനം പറയാൻ പറ്റുമോ? പരിശുദ്ധ ദീനിന് വേണ്ടി നൽകിയത്. ഇവരുടെയൊക്കെ പേര് കേൾക്കുമ്പോ ശരിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു റളിയല്ലാഹു അൻഹു. ഇത് പറഞ്ഞാൽ നമുക്ക് വലിയ ഭാഗ്യമാണ്. ബൈഅത്തുർ റിദ്വാനെ കുറിച്ച് പറയുമ്പോൾ ഞാനത് പറയാം. ആ തെർലിയത്തിന്റെ മഹത്വം കൊണ്ടല്ലേ ആ ഉടമ്പടിക്ക് ബൈഅത്തുർ റിദ്വാൻ എന്ന പേര് തന്നെ വന്നത്. വെറുതെ കിട്ടിയതല്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ രംഗം കണ്ടപ്പോ ഇവര് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുതിരയാക്കിക്കൊണ്ട് ചോദിച്ചു, അല്ലാ തസ്തരി യഹാക ഫീ ദീനിക്. എടോ, നിന്റെ പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരു കൂട്ടുകാരനാണ് ഈ കോലത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത്, കണ്ടില്ലേ? കാശുണ്ടെങ്കിൽ വാങ്ങി മോചിപ്പിക്കടോ, നിനക്ക് കഴിയോ? നിനക്ക് വാങ്ങിക്കൂടെ? ഇവനെ മോചിപ്പിച്ചൂടെ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾക്ക് എന്തു തരണം ഇവനെ തരാൻ? 40 ഊഖിയ നിങ്ങൾക്ക് തരണം. അത് വലിയൊരു സംഖ്യയാണ്, വലിയ ഒരു സംഖ്യ പറഞ്ഞു അവർ. ഇന്ന് നമ്മൾ പറയാ ലക്ഷക്കണക്കിന് രൂപ അവരാവശ്യപ്പെട്ടു. ആ ലക്ഷക്കണക്കിന് രൂപ ചോദിച്ചപ്പോൾ അതങ്ങോട്ട് കൊടുത്തിട്ട് ഫഅതഖഹു. ബഹുമാനപ്പെട്ടവർ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചു. ഈ പാർട്ടി പ്രവർത്തകനെ ഈ പീഡനത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഫലമ്മാ കാനൽ അശിയ്യു വറഹു.
അന്ന് വൈകുന്നേരമായപ്പോ ഇവരൊക്കെ അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങാടിയിൽ ഒത്തുകൂടിയപ്പോ ഇവർ പറഞ്ഞു, അലാ തഅ്ജബൂന മിൻ അബീ ബക്കർ, ഈ അബൂബക്കറിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? ഇസ്തറാ ബിലാലൻ ബി 40 ഊഖിയ മിന്ന, നമ്മളിൽ നിന്ന് ബിലാലിനെ വാങ്ങിയത് ലക്ഷങ്ങൾ തന്നിട്ടാണ് ഈ അബൂബക്കർ. ലക്ഷങ്ങൾ തന്നിട്ടാണ് ഈ അബൂബക്കർ ബിലാലിനെ വാങ്ങി മോചിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ നമുക്ക് ബിലാലിനെ മടുത്ത് വല്ലാഹി ലൗ അബാ ഇല്ലാ ഊഖിയതൻ വാഹിദ, 1 ഉറുപ്യ തന്നാ മതി എന്ന് പറയുകയാണെങ്കിൽ ലബിഅനാഹു, അതേ തരുള്ളൂ എന്ന് പറഞ്ഞാലും ലബിഅനാഹു, നമ്മളത് വിൽക്കാൻ തയ്യാറാ. കാരണം അത്രയും നമുക്ക് വേണ്ടാത്ത ചരക്കാണത്. അതാണ് ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഇവൻ വാങ്ങി മോചിപ്പിച്ചത്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് കേട്ടപ്പോ പറഞ്ഞു, ഞാൻ അത് തന്നതിൽ നിങ്ങൾ അത്ഭുതപ്പെടണ്ട. ലൗ അബൈതും ഇല്ലാ കദാ വകദാ ലസ്തറൈതുഹു, നിങ്ങൾ കോടികൾ വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ തരാൻ തയ്യാറായിരുന്നു. എന്റെ കൂട്ടുകാരനെ പീഡനത്തിൽ നിന്ന് മോചിപ്പിക്കലായിരുന്നു എന്റെ ലക്ഷ്യം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്തരം ഒരുപാട് സംഭവങ്ങള് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നിടത്ത് ഇതൊക്കെ എഴുതി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. എല്ലാം ബഹുമാനപ്പെട്ട അംറു റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് ഒരിക്കൽ കയറി വന്നിട്ട് ചോദിച്ചു, അയ്യുന്നാസി അഹബ്ബു ഇലൈക യാ റസൂലല്ലാഹ്, അയ്യുന്നാസി അഹബ്ബു ഇലൈക യാ റസൂലല്ലാഹ്, അല്ലയോ നബിയേ, മുത്തുനബിയേ, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരന്റെ പേര് പറയാമോ? അംറു റളിയല്ലാഹു അൻഹു കയറി വന്നിട്ട് ചോദിക്കുകയാണ്. പറയണം, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര്. അംറു റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പം എന്തിനാണിത് എന്ന് റസൂലുള്ള ചോദിച്ചപ്പോ അംറു പറഞ്ഞു, ലിനുഹിബ്ബ മൻ തുഹിബ്ബ്, ലിനുഹിബ്ബ മൻ തുഹിബ്ബ്. നബിയെ, നിങ്ങൾ സ്നേഹിക്കുന്നവരെ ഞങ്ങൾക്കും കൂടെ സ്നേഹിക്കാലോ, അതിനാണ് ഞങ്ങൾക്കും കൂടെ സ്നേഹിക്കാൻ പറ്റിയ ഒരാളുടെ പേര് നിങ്ങൾ പറയണം. ഖാല അഹബ്ബുന്നാസി ഇലയ്യ ആയിഷ റളിയല്ലാഹു അൻഹാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ പ്രിയപ്പെട്ട ആയിഷുമ്മയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ലസ്തു അസ്അലുക അനിൻ നിസാ, സ്ത്രീകളെ കുറിച്ചല്ല ചോദിച്ചത് നബിയേ, നിങ്ങൾക്ക് ഏറ്റവും സ്നേഹം ആരോടാണെന്ന് ചോദിച്ചപ്പം നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ സ്നേഹമെന്നായിരിക്കാം ഒരു പക്ഷേ ധരിച്ചത്. അല്ല, ഞാൻ ചോദിച്ചിരിക്കുന്നത് ഇന്നമാ അസ്അലുക അനിർ റിജാൽ, പുരുഷജനങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാരോടാണ്? റസൂലുള്ളാഹിയുടെ മറുപടി, സ്ത്രീകളിൽ ആയിഷയാണെങ്കിൽ മിനർ റിജാലി അബൂഹാ, പുരുഷന്മാരിൽ നിന്ന് ആ ആയിഷയുടെ വാപ്പ തന്നെയാണ്. അപ്പോഴും ആയിഷ ബീവിയിലേക്ക് ചേർത്താ പറയുന്നത് അബൂഹാ, ആയിഷയുടെ ഉപ്പ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. മുസന്നഫ് ഇബ്നു അബീ ശൈബ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തെന്ന് നമുക്ക് കാണാം. പ്രിയപ്പെട്ട സഹോദര, കഴിയുന്നില്ല ഇങ്ങനെ എന്തെല്ലാം അനുഭവങ്ങൾ. ഇനി ഇതാ നമ്മുടെ ഇടനെഞ്ച് കുലുക്കുന്ന ഒരു സംഭവം. അബൂ അബ്ദുല്ലാഹിൽ അൻസാരി റളിയല്ലാഹു അൻഹു തന്റെ തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫീ അസ്മാഇ സയ്യിദിൽ മുർസലീൻ എന്ന ഗ്രന്ഥത്തിൽ കോറിയിടുന്നു. ഞാൻ പറയുന്ന ഈ സംഭവം വായിച്ചിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊടിയാത്ത ഒരൊറ്റ കുട്ടിയും ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട സുദീഖിന്റെ സമർപ്പണത്തിന്റെ മുമ്പിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ തലകുനിക്കും. സുദീഖുൽ അക്ബറിനോട് നമ്മൾ താണുകേണ് പറയും, അല്ലയോ സുദീഖ്, അങ്ങ് മുത്തുനബി അന്ന് നിങ്ങളുടെ കൈപിടിക്കുമ്പോ 5 ദിവസത്തെ പ്രഭാഷണ വേളയിൽ ഞങ്ങൾ ഇവിടെ നിങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ആ ചെറുവിരലൊന്ന് നീട്ടിത്തരണേ എന്ന് പറയാൻ ഒരൊറ്റ വിശ്വാസിനിയും മറന്നുപോവില്ല. അത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ലാഹിൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്ന, റസൂലുള്ളാഹി തങ്ങൾ ധനം സമർപ്പിച്ചതിന് ഉദാഹരണം കേട്ടു സിദ്ദീഖ്. കഴിഞ്ഞില്ല, ഇനിയുമുണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വങ്ങൾ പറയാൻ, ധനം സമർപ്പിച്ചതിന് തന്നെ. പക്ഷേ പറയാൻ സമയം കിട്ടുമോ എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ വിഷയം പറഞ്ഞതിന്റെ ശേഷം സമയമുണ്ടെങ്കിൽ പറയാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾക്ക് സിദ്ദീഖിനോടുള്ള ബന്ധം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം പറയുന്നു. ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ബസ്രയിലെ പള്ളിയിൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത്